കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ അടിസ്ഥാന പ്രശ്നം മതവിശ്വാസത്തിൻ്റെയാണ്. അത് ഇത്രയും നേരം സംസാരിച്ച ടീച്ചറിൻ്റെ വാക്കുകളിൽ നിന്നും കൂടി നമുക്ക് ബോധ്യമായിട്ടുണ്ടാകും. തങ്ങളുടെ പൂർവികന്മാർ മുഹമ്മദ് ബിൻ കാസിം മുതലുള്ള ആക്രമണകാരികളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭാരതത്തിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ബഹുഭൂരിപക്ഷം മുസ്ലിം വിഭാഗം. അവർ ഈ നാട്ടിലെ തന്നെ ജനങ്ങളുടെ രക്തത്തിൻ്റെ രക്തവും മാംസത്തിൻ്റെ മാംസവും ആണ് എന്ന ധാരണ അവർക്കില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു ശത്രുതാ മനോഭാവം വിശേഷാൽ ഉണ്ടാകുവാൻ കാരണം. സാമാന്യമായി ശത്രുതാ മനോഭാവം ഉണ്ടാകും എന്ന് ഇപ്പോൾ ടീച്ചർ പറഞ്ഞതിൽ നിന്നും മനസ്സിലായി. അത് ലോകം മുഴുവൻ. പക്ഷേ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ വിശ്വാസികൾ അങ്ങനെ കണക്കാക്കുന്നത് അവരുടെ മുൻഗാമികൾ ഈ പറയുന്ന ആക്രമണകാരികളാണ്, മുഗളന്മാരാണ്, ഘോറിയാണ്, ഗസ്നിയാണ് എന്നൊക്കെ അവർ കരുതുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. രക്തബന്ധത്തിൽ അവർ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. രക്തബന്ധത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവിഭക്ത ഭാരതത്തിലെ മുഴുവൻ ആൾക്കാരും ഏത് മതത്തിലും ജാതിയിലും പെട്ടവരാണെങ്കിലും അവരൊക്കെ സഹോദരങ്ങളായി മാറേണ്ടതാണല്ലോ, അഥവാ അങ്ങനെ വിചാരിക്കേണ്ടതാണല്ലോ. ഇപ്പൊ രക്തബന്ധത്തിൽ വിശ്വസിക്കുന്നില്ല, ആക്രമണകാരികളുടെ മതത്തിലാണ് വിശ്വാസം എന്നർത്ഥം. ചിന്മയ കൃഷ്ണദാസ് ഇന്ന് ആഗോള ഇസ്ലാമിക ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന്റെ ഒരു പ്രതീകമാണ്, ഒരു സിംബലാണ്. അദ്ദേഹമാണല്ലോ ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ ഒരു അവതാരം, ശ്രീകൃഷ്ണനും ജയിലിലാണ് ജനിച്ചത്. ഇപ്പോ ആ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന, ആ സന്ദേശം പ്രചരിപ്പിക്കുന്ന ചിന്മയ കൃഷ്ണദാസ് ജനിച്ചത് ജയിലിലല്ലെങ്കിലും ജീവിക്കുന്നത് ജയിലിലാക്കി മാറ്റിയിട്ടുണ്ട്. അവിടെ കൊറോണ കാലത്ത് ബംഗ്ലാദേശിലെ സാമാന്യ ജനത്തെ സംരക്ഷിച്ച ആളാണ് അദ്ദേഹം. ആഗോള തലത്തിൽ പ്രചരണം നടത്തിയ ഒരു ആഗോള പ്രസ്ഥാനമാണല്ലോ ഇസ്കോൺ എന്ന് പറയുന്നത്. ആഗോള തലത്തിൽ പ്രചരണം നടത്തി സമ്പത്തും മറ്റെല്ലാ വിഭവങ്ങളും, മരുന്നും ആഹാര വസ്തുക്കളും എല്ലാം സമാഹരിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സമാഹരിച്ച് പട്ടിണിയും അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന ബംഗ്ലാദേശികൾക്ക് കൊടുത്ത് അവരെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ പ്രാപ്തമാക്കി എന്ന തെറ്റാണ് ചിന്മയ കൃഷ്ണദാസ് അദ്ദേഹത്തിന്റെ അനുയായികളും ചെയ്തത്. അങ്ങനെ അവരുടെ സ്വന്തം, അതായത് പറയാറില്ലേ, എന്താണ് മൂർഖനെ പാലൂട്ടുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ ഒരു പാലൂട്ടുന്ന സ്വഭാവമാണ്, അഥവാ അതാണ് അദ്ദേഹത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും പ്രകൃതം. പക്ഷേ ആ പാല് കൊടുത്ത കയ്യിൽ തന്നെ കടിക്കുക എന്നുള്ളതാണ് അവിടെയുള്ള ഈ മുഗള പിൻഗാമികളുടെ സ്വഭാവവും അതുതന്നെയാണ്. ഇതര മതങ്ങളെ ആദരിക്കുന്നവരാണ് നമ്മൾ ഈ മലപ്പുറത്തും പെരിന്തൽമണ്ണയിലും കേരളത്തിലും വ്യാപകമായി നിത്യേന എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. എല്ലാ
മതങ്ങളെയും ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, സംരക്ഷിക്കുന്നു എന്നൊക്കെയുള്ളത്. അങ്ങനെ ആ ആദരിക്കുന്നു എന്ന് പറയുന്ന വാദം ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് ബംഗ്ലാദേശിൽ അനുഭവമാകാത്തത്? എല്ലാ മതങ്ങളെയും ആരാധിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ബംഗ്ലാദേശിലെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടണ്ടേ? ബംഗ്ലാദേശിലെ ഇസ്കോണിന്റെ ആരാധനാ കേന്ദ്രങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? അവിടുത്തെ വിശ്വാസികൾ, മറ്റിതര മതവിശ്വാസികൾ, ക്രിസ്ത്യാനികളും ഒക്കെ അടക്കമുള്ള എല്ലാ മതവിശ്വാസികളും നിലനിൽക്കേണ്ടതായിരുന്നില്ലേ? അവർക്ക് കാവൽക്കാരായി മാറേണ്ടവരല്ലേ ആ നാട്ടിലെ ഈ പറയുന്ന വിശാലമായ ചിന്താഗതിയും വിശ്വാസവും ഉണ്ട് എന്ന് അവകാശപ്പെടുന്നത്? സത്യസന്ധമായിരുന്നുവെങ്കിൽ, ആത്മാർത്ഥമായിരുന്നുവെങ്കിൽ അത് പ്രത്യക്ഷമാകേണ്ടിയിരുന്നത് ബംഗ്ലാദേശിലായിരുന്നു. അതിപ്പോഴായിരുന്നു വേണ്ടിയിരുന്നത്. ആവാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഇത്രയും പേരും എങ്കിലും ആലോചിക്കേണ്ടതും മറ്റുള്ളവരോട് അത് ചോദിക്കേണ്ടതുമാണ്. എന്തുകൊണ്ടാണ് ഇത് ബംഗ്ലാദേശിൽ ഈ വിശാലത പ്രായോഗികമാകാത്തത്? എന്തുകൊണ്ടാണ് ഈ സമാദരണം പ്രായോഗികമാകാത്തത്? എന്തുകൊണ്ടാണ് ഈ സർവ മതങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു സംവിധാനം അവിടെ പ്രയോഗത്തിൽ വരാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൂടെയുള്ളവരോട്, പുറത്തുള്ളവരോട് ചോദിക്കേണ്ടതാണ്. 1951 ഇവിടെ സൂചിപ്പിച്ചു, അത് ബംഗ്ലാദേശിൽ 22% ഹിന്ദു ജനസംഖ്യ. ഇന്നത്തെ ബംഗ്ലാദേശിൽ, അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ അതിപ്പോൾ 7% ചുരുങ്ങിയെങ്കിൽ ഈ വിശാലത അവിടെ പ്രയോഗിക്കപ്പെട്ടു എന്നാണോ? അതല്ല, യഥാർത്ഥത്തിൽ വിശാലതയല്ല, സങ്കുചിതത്വവും ആക്രാമികതയും മാത്രമേ ഉള്ളൂ എന്നാണ്. എവിടെ പോയി ഈ 22% ഇന്ന് അങ്ങോട്ട് വർദ്ധിച്ച് ലോകത്തിലെ ഏറ്റവും വിശാലമായ ജനതയായി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവിടെ മാറേണ്ടതായിരുന്നില്ലേ? എന്തുകൊണ്ട് മാറിയില്ല? ഭാരതത്തിൽ നേരെ തിരിച്ചായിരുന്നല്ലോ. വളരെ കുറച്ച് സംഖ്യ ഉണ്ടായിരുന്നത് ഇന്ന് 14% മാറി, കോടിക്കണക്കിന് ആൾക്കാരായി മാറി. ഇവിടെയാണ് പീഡനമെന്നും പറയുന്നത്. പീഡനം ഇവിടെ നടക്കുന്നു എന്ന് പറയുന്നു, പീഡനം ബംഗ്ലാദേശിലും നടക്കുന്നു. ഒരിടത്ത് പീഡനം നടന്നപ്പോൾ ഹിന്ദുക്കൾ, ന്യൂനപക്ഷങ്ങൾ ഇല്ലാതെയായി. മറ്റൊരിടത്ത് പീഡനം നടന്നപ്പോൾ ന്യൂനപക്ഷങ്ങൾ വർദ്ധിച്ചു, 10 മടങ്ങായി വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്നവരൊക്കെ പ്രസവിക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിലും അത് സംഭവിക്കേണ്ടതാണല്ലോ. അപ്പോൾ പീഡനം എന്നിവിടെ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥ പീഡനം മറയ്ക്കാനുള്ള കപടമായ തന്ത്രം മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഢാക്കയിൽ 70% ഹിന്ദുക്കളാണ് ഉണ്ടായിരുന്നത്. ഢാക്കയിൽ 1951 സെൻസസ് അനുസരിച്ച് ആ 70% നിന്ന് എവിടെ പോയി അവരെല്ലാം? മൃഗീയ ഭൂരിപക്ഷം ആ നഗരത്തിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ എവിടെയാണ് അപ്രത്യക്ഷമായത്? എന്തുകൊണ്ടാണ് അപ്രത്യക്ഷമായത് എന്ന് നിങ്ങൾ പഠിക്കാനല്ല, നിങ്ങൾ നിങ്ങളുടെ സഹപാഠികളോട്, സഹപ്രവർത്തകരോട് എല്ലാം അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യേണ്ട ചോദ്യമാണ് അത്. ബംഗ്ലാദേശിൽ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കും എന്ന് പറയുന്നു. ഖിലാഫത്തിൽ അമുസ്ലിമിന്റെ സ്ഥാനം എന്താണ് എന്നുള്ളതിന്റെ തെളിവാണല്ലോ ബംഗ്ലാദേശിന്റെ ഇന്നത്തെ അനുഭവം. ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുമെങ്കിൽ, പുനഃസ്ഥാപിക്കുന്നതിന് മുന്നേ തന്നെ ഇതാണ് അനുഭവമെങ്കിൽ ഖിലാഫത്ത് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അനുഭവം എന്ന് വേറെ ചൊല്ലേണ്ടതുണ്ടോ? അപ്പത്തിൻ ഗോലലി തിന്നീടിൽ അപ്പത്തിൻ കഥ ചൊല്ലണോ എന്ന് നമ്മുടെ നാട്ടുകാരണവന്മാര് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പത്തിന്റെ അകത്താണ് ഈർക്കിലി വെച്ചിരിക്കുന്നത്, അതിനെ പിടിച്ച് തിന്നാനാണ്. അപ്പൊ ഈർക്കിലി തന്നെ എലി തിന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പുറമേയുള്ള അപ്പം ആര് തിന്നു എന്ന് കണക്കാക്കണം. അത്രയും സാമാന്യ ബുദ്ധിയെങ്കിലും നമ്മൾ കാണിക്കേണ്ടതാണ്. ഖിലാഫത്തില്ലാതെ തന്നെ ഇതാണ് ബംഗ്ലാദേശിന്റെ അവസ്ഥയെങ്കിൽ ആ ഖിലാഫത്ത് സ്ഥാപിച്ചു കഴിഞ്ഞെന്നാൽ പിന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ മാത്രമല്ല, ക്രിസ്ത്യാനികളും ബാക്കി പലരും ഉണ്ട് അവിടെ. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന വിരലിലെണ്ണാവുന്നവരൊക്കെ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. സമാധാനത്തിന്റെ വക്താക്കളായി വരുന്നവരോടും ചോദിക്കേണ്ടതാണ്. ഈ അടുത്ത നാളിൽ ഈ കശാവിശ തുടങ്ങിയതിന് ശേഷം 1500 ഹിന്ദു അധ്യാപകരെ കൊണ്ട് രാജിവെപ്പിച്ചിട്ടുണ്ട്. 1500 ഹിന്ദു അധ്യാപകർ. അവർ പഠിപ്പിക്കാൻ പാടില്ല. ഹിന്ദു കാഫിറുകളല്ലല്ലോ മുസൽമാനെ പഠിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട്? അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയല്ല എന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരെ കൊണ്ട് രാജിവെപ്പിച്ചത് എന്ന് പറയേണ്ടത് ഇന്നത്തെ അവിടുത്തെ മത രാഷ്ട്രീയ നേതൃത്വമാണ്. ഹിന്ദു ആഘോഷങ്ങൾ അവിടെ ആക്രമിക്കപ്പെടുന്നു. ഇപ്പോൾ ദുർഗാപൂജ ആക്രമിക്കപ്പെടുന്നു. ഭജന ക്ഷേത്രങ്ങൾ
എല്ലാം ആക്രമിക്കപ്പെടുന്നു, ഗോശാലകൾ തച്ചു തകർക്കുന്നു, ഗോക്കളെ വെട്ടിയരിഞ്ഞ് തള്ളുന്നു. അതിന്റെയൊക്കെ വീഡിയോ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതില്ല. കൂട്ടക്കൊലകളും കൂട്ടബലാത്സംഗങ്ങളും കൊള്ളയും മതം മാറ്റവും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരത വിരുദ്ധ ഹിന്ദു വിരുദ്ധ വികാരം അവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരത പതാക തെരുവിലിട്ട് ചവിട്ടുന്നു. എന്തിനാണ്? മറ്റൊരു രാജ്യത്തിന്റെ പതാക തെരുവിലിട്ട് ചവിട്ടാൻ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും അതിൽ ആവേശം കൊടുക്കുന്നതും എന്തിനു വേണ്ടിയായിരിക്കും? ആ രാജ്യത്തിനോടുള്ള അറപ്പ് ആ കുട്ടികളിൽ, വളരുന്ന തലമുറകളിൽ, യുവജനങ്ങളിൽ അടിച്ചുറപ്പിക്കാൻ വേണ്ടിയായിരിക്കില്ലേ? നിന്റെ ശത്രു രാജ്യത്തിന്റെ പതാകയാണ് ഇത്. ആ രാജ്യത്തെ ജനങ്ങളെ വെറുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ പ്രക്രിയ ചെയ്യുന്നത്? എന്തിന് ബംഗ്ലാദേശ്? കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പല്ലേ തിരുവനന്തപുരത്ത് അവിടെ മതവിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ഒരു പറ്റം ചെറുപ്പക്കാര് വഴിയരികിലിരുന്ന ഭാരതമാതാവിന്റെ ചിത്രം അവിടെ അതിന്റെ ഒരു ഫ്ലെക്സ് വെച്ചിരുന്നു ആരോ. ആ ഫ്ലെക്സിൽ കാറിത്തുപ്പുകയും ചവിട്ടുകയും അത് വലിച്ചു കീറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. മതവിദ്യാഭ്യാസം കിട്ടിയവരുടെ പ്രവർത്തനം ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നുവെങ്കിൽ പിന്നെ ബംഗ്ലാദേശിൽ വേറെ എന്ത് നടന്നുകൂടാ? അപ്പൊ അവിടെ എന്തിനാണ് ഈ ഭാരത വിരുദ്ധത പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം വേറെ ഗണിക്കേണ്ടതില്ല. അത് കേവലം ഒരു രാജ്യത്തോടുള്ള ശത്രുതയല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. 1971 ഹിന്ദു കൂട്ടക്കൊല നടന്നതാ. അനേകം 46 മുതൽ ആ ചരിത്രം വേറെയുണ്ട്. 1971 വലിയ കൂട്ടക്കൊല നടന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ലഫ്റ്റനന്റ് ജനറൽ ആമീർ അബ്ദുള്ള ഖാൻ നിയാസി, അദ്ദേഹമായിരുന്നു സൈന്യത്തിന്റെ മേലെ ഉണ്ടായിരുന്ന ആള്. അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ ആയിരുന്നു ആ നാട്ടിലെ ഹിന്ദു കൂട്ടക്കൊല നടത്താൻ വേണ്ടി. ആ ഓപ്പറേഷന്റെ പേരാണ് പിന്നെ ഇത് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന് പറഞ്ഞെന്നാൽ ഓരോ ഹിന്ദുവിനെയും അമുസ്ലിമിനെയും കണ്ടുപിടിച്ച് അരിഞ്ഞു തള്ളുന്ന ഒരു ഏർപ്പാടായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് 71 മാർച്ച് 25, 26 തീയതികളിൽ നടത്തിയ ആ കൂട്ടക്കൊലയിൽ, വംശഹത്യയിൽ കൊല്ലപ്പെട്ടത്. പിന്നീട് അതിനുശേഷമാണല്ലോ, ഇതിനെ തുടർന്നാണല്ലോ ഈ കലാപമൊക്കെ നടക്കുന്നതിന് ശേഷമാണല്ലോ ബംഗ്ലാദേശ് രൂപീകരണമൊക്കെ ഉണ്ടാവുന്നത്. 1 ലക്ഷം പാക് സൈനികർ, നമ്മൾ അത് ഓർക്കേണ്ട ഒരു കാര്യം, ഈ പാകിസ്ഥാന്റെ പരാജയത്തെ തുടർന്ന് 1 ലക്ഷം പാകിസ്ഥാൻ സൈനികരെ ജാമ്യമായി പിടിച്ചതാണ്, കീഴടക്കപ്പെട്ടവരാണ്. ഭാരത സൈന്യത്തിന്റെ കീഴിൽ 1 ലക്ഷത്തോളം പാകിസ്ഥാൻ പട്ടാളക്കാരുണ്ടായിരുന്നു. അവരെ ജാമ്യത്തിൽ നിർത്തിക്കൊണ്ട് ഭാരതം എന്തു പറഞ്ഞെന്നാലും അത് അംഗീകരിക്കാൻ നിർബന്ധിതമായിരുന്നു അന്ന് പാകിസ്ഥാൻ. എന്തേ? അന്ന് POK, പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ നിന്ന് നിങ്ങൾ ഉടൻ മാറണം, പിൻവാങ്ങണം, ഇല്ലെങ്കിൽ ഇവരെ വച്ചുകൊണ്ടിരിക്കില്ല എന്നൊരു വാക്ക് അന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നുവെങ്കിൽ POK എന്ന് പറഞ്ഞ് ഭീകരവാദികളുടെ ഒരു താവളമായി, ഒരു രാജ്യമായി ഇന്ന് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഉണ്ടാകുമായിരുന്നോ? അന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയതാണ് ഇത്രയും വലിയൊരു ജാമ്യ തുക എന്ന് പറയുന്നത് പോലെ ഒരു ജാമ്യ സംഖ്യ. 1 ലക്ഷം അവരെ 1 ലക്ഷം പാക്കപ്പെട്ട ആൾക്കാരെ കൊല്ലാൻ അവർ വിടുമോ? വിടാൻ പാടുണ്ടോ? വിടാൻ സമ്മതിക്കുമോ? ലോകത്തിലാരെങ്കിലും അതിന് അനുവദിക്കുമോ? പക്ഷെ പറഞ്ഞിടത്ത് വെച്ച് വരച്ച വരയിൽ നിർത്തി നമുക്ക് ആ നിയമം ആ കാര്യം സാധിച്ചെടുക്കാമായിരുന്നിട്ടും അത് ചെയ്യാതെ വിശാലത പറഞ്ഞുകൊണ്ട് അവരെ വിട്ടയക്കുകയും ഒത്തുതീർപ്പ് രേഖയിൽ ഒപ്പിടുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പരിണത ഫലവും കൂടിയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മുജിബുർ റഹ്മാന്റെ പ്രഖ്യാപനം എന്ന് പറഞ്ഞത് ബംഗ്ലാദേശിനെ, സ്വതന്ത്രമായി കഴിഞ്ഞ ബംഗ്ലാദേശിനെ മതേതര രാജ്യമായി പ്രഖ്യാപിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ മതേതര രാജ്യത്തിന്റെ ഇന്നത്തെ ഗതിയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് RSSന്റെ സർസംഘചാലകൻ ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞതാണ്, അധികം ആഹ്ലാദിക്കുകയൊന്നും വേണ്ട, അധികം ആഹ്ലാദിക്കേണ്ടതില്ല, കരുതിയിരുന്നില്ലെങ്കിൽ പുതിയ ഒരു ശത്രു രാജ്യവും കൂടിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കരുതിയിരുന്നില്ലെങ്കിൽ പുതിയ ഒരു ശത്രു രാജ്യവും കൂടി ഉണ്ടാകും എന്ന് അന്ന് പറഞ്ഞതാണ്. ഇന്ന് എന്താണ് അവസ്ഥ എന്ന് നാം ഒന്ന് ആലോചിക്കേണ്ടതാണ്. ബംഗ്ലാദേശ് വിമോചനം
അത് ഇപ്പോഴത്തെ ഈ പ്രശ്നം സംവരണത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. സിവിൽ സർവീസിൽ 30% സംവരണമായിരുന്നു കൽപ്പിച്ചിരുന്നു, നേരത്തെ നിശ്ചയിച്ചിരുന്നു. 30% സിവിൽ സർവീസിലെ, സിവിൽ സർവീസ് എന്ന് പറയുമ്പോഴാണല്ലോ ഭരണ എക്സിക്യൂട്ടീവിന്റെ മേലധികാരികളാണ്. അതിൽ 30% ഈ വിഭജനത്തിന് അഥവാ സ്വതന്ത്ര ബംഗ്ലാദേശിന് പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ആണ് കൊടുത്തതെങ്കിൽ ആ സംവരണം പിന്നീട് പിൻവലിക്കുകയും പിന്നീട് അതിനെ തുടർന്ന് ഇപ്പോൾ അത് പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് സുപ്രീം കോടതിയുടെ വിധിയൊക്കെ വന്നത്. അതിനെ തുടർന്നാണല്ലോ ഇപ്പോഴുണ്ടായ കലാപം. ഹസീനക്കെതിരാണ് കലാപം എന്നാണല്ലോ പറഞ്ഞത്. ഷെയ്ഖ് ഹസീനക്കെതിരായിട്ടാണ് കലാപം. ഷെയ്ഖ് ഹസീനക്കെതിരായിട്ടുള്ള കലാപമാണെങ്കിൽ അതെങ്ങനെയാണ് അവിടുത്തെ ഇസ്കോണിനെ ബാധിക്കുന്നത്? അതെങ്ങനെയാണ് അവിടുത്തെ ക്രിസ്ത്യാനികളെ ബാധിക്കുന്നത്? അതെങ്ങനെയാണ് അവിടുത്തെ ഹിന്ദുക്കളെ ബാധിക്കുന്നത്? അതെങ്ങനെയാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്നത്? ഭരണകൂടത്തിനെതിരായിട്ടല്ലേ കലാപം? ആലോചിക്കേണ്ടത് മലപ്പുറംകാരോട് പ്രത്യേകം പറയണമോ? 1921 ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു കലാപം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷെ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ എന്ന് പറയുകയും ആക്രമണം ഹിന്ദുക്കൾക്കെതിരെയായി മാറുകയും ചെയ്തത് എന്തുകൊണ്ട്? പാഠം പഠിക്കേണ്ടതല്ലേ? ഏത് പേര് പറഞ്ഞാലും ആക്രമണം ഹിന്ദുക്കൾക്കെതിരെ അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങൾക്കെതിരെ ആയി മാറുന്നുവെങ്കിൽ അതൊരു കാരണം മാത്രമാണ് എന്നർത്ഥം. ഷെയ്ഖ് ഹസീന മുസ്ലിമാണ്, അവർക്കെതിരെ എന്ന് പറയുന്ന ആക്രമണം പക്ഷെ അവിടുത്തെ ഹിന്ദുക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും എതിരെ ആയി മാറിയെങ്കിൽ ആ ഇങ്ങനത്തെ ഏത് കാരണം കണ്ടെത്തുന്നു ആക്രമിക്കാൻ എന്നാണ്. 21 ആക്രമണം പോലും തുടങ്ങിയത് എങ്ങനെയാണ്? ഒരു നുണ പറഞ്ഞുകൊണ്ടായിരുന്നു. മമ്പറം പള്ളി വെടിവെച്ച് തകർത്തു എന്ന് പറഞ്ഞിട്ടായിരുന്നില്ലേ മാപ്പിളക്കലാപം ആരംഭിച്ചത്? മമ്പറം പള്ളി വെടിവെച്ച് തകർത്തു എന്ന് നുണ പറഞ്ഞുകൊണ്ട്. ഏത് പള്ളിയാണ് വെടിവെച്ച് തകർത്തത്? അവിടെ വെടിവെപ്പ് പോലും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് കലാപം? അത് പറഞ്ഞ് കലാപം ഉണ്ടാക്കി. ആ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ എന്ന് പറഞ്ഞു, പക്ഷെ കൊണ്ടത് മുഴുവൻ ഹിന്ദുക്കൾക്കെതിരെ. ഈ യുക്തി എങ്ങനെയാണ് നാം വായിച്ചെടുക്കേണ്ടത് എന്ന് ഇപ്പോഴെങ്കിലും മലപ്പുറത്തെ, കേരളത്തിലെ, ഭാരതത്തിലെ ഈ പറയുന്ന ഇതര മതവിഭാഗങ്ങൾ, വിശിഷ്യ ഹിന്ദുക്കൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ 21 പോലെ വീണ്ടും കാരണം പലതായിരിക്കും ഇപ്പൊ ബംഗ്ലാദേശിൽ ഉണ്ടായതും. ഇതിങ്ങനെയൊക്കെ ആകുമെന്ന് 2 പേര് പ്രവചിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാം, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ 2 പേരാണ്. ഒന്ന്, എല്ലാവരും വാഴ്ത്തിപ്പാടുന്ന ഈ പറയുന്ന മുസ്ലിം മത മൗലികവാദികളും മറ്റ് ദളിത് മൗലികവാദികളും ഒക്കെ ആഘോഷിക്കുന്ന ഡോക്ടർ അംബേദ്കറാണ് ഒന്ന്. പിന്നെ രണ്ടാമത് സർദാർ പട്ടേലാണ്. ഈ 2 പേരും പറഞ്ഞു ഇങ്ങനെ ഭാവിയിൽ കലാപങ്ങളോ സംഘർഷങ്ങളോ ഇതുകൊണ്ട് ഈ വിഭജനത്തോടു കൂടി പ്രശ്നം തീരണമെങ്കിൽ അന്നൊരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രശ്നം ഇപ്പോഴുണ്ടായ പ്രശ്നം, ഭാരത വിഭജനം എന്ന് പറയുന്ന ഈ പ്രശ്നം പോലൊന്ന് ഭാവിയിൽ ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ ജനസംഖ്യാ കൈമാറ്റം നടത്തണം എന്നായിരുന്നു ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. അതിൽ സാധ്യവുമാണ്. 2 സർക്കാരുകളുടെയും സംരക്ഷണയിൽ അതത് രാജ്യങ്ങളിലെ ഇസ്ലാമിക മുസ്ലിങ്ങൾക്ക് കാഫിറുകളോടൊപ്പം താമസിക്കാൻ വയ്യെങ്കിൽ അവർക്ക് വേറെ രാജ്യം എന്ന് പറഞ്ഞത് പാകിസ്ഥാൻ അനുവദിക്കാൻ പോകുന്നു. ആയിക്കൊള്ളട്ടെ, അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരെയും അങ്ങോട്ട് സുരക്ഷിതമായി അങ്ങോട്ടെത്തിക്കുക. അവിടെയുള്ള അമുസ്ലിമിനെ ഇങ്ങോട്ടെത്തിക്കുന്നത് നിയമപരമായി ഏതാനും നിശ്ചിത കാലാവധി പ്രഖ്യാപിച്ചുകൊണ്ട് 2 രാജ്യങ്ങളുടെയും സൈന്യത്തിന്റെയും പോലീസിന്റെയും സർക്കാരിന്റെയും അത് കൂടാതെ ഒരു മൂന്നാമനെ കൂടി നിർത്തിക്കൊണ്ട് ഇത് വളരെ നിസാരമായിട്ടില്ല, വളരെ സുഖകരമായി അപകടരഹിതമായി ജനസംഖ്യാ കൈമാറ്റത്തിലൂടെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞതാണ്. അംബേദ്കറിസ്റ്റുകൾ എന്ന് പറയുന്നവർ, അംബേദ്കറിനെ നിത്യേന എന്നോണം വാഴ്ത്തിപ്പാടുന്നവർ, ദളിത് മുസ്ലിം ഐക്യത്തിന്റെ പേരിൽ അംബേദ്കറുടെ പടം പൊക്കിപ്പിടിച്ച് നടക്കുന്നവർ, ഭരണഘടന പൊക്കിപ്പിടിച്ച് നടക്കുന്നവർ ആരെങ്കിലും ഈ വാക്യത്തിന് വില കൽപ്പിച്ചോ? അന്നത് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് നമ്മളിവിടെ കൂടിയിരുന്ന് ഈ ചർച്ച ചെയ്യേണ്ടി വരുമായിരുന്നോ? അന്നത് ചെയ്തിരുന്നുവെങ്കിൽ തർക്കം വേറെ പുതിയ അതിർത്തിക്കുള്ളിൽ ഭീകരവാദികൾ ഉണ്ടാകുമായിരുന്നു. അന്നത് ചെയ്തിരുന്നെങ്കിൽ ഭാരതത്തിനുള്ളിൽ, ഭാരതത്തിന്റെ സർവകലാശാലകൾക്കുള്ളിൽ, ഭാരതത്തിന്റെ കലാലയങ്ങൾക്കുള്ളിൽ, ഭാരതത്തിന്റെ വിദ്യാലയങ്ങൾക്കുള്ളിൽ ഈ ഭീകരവാദികളെ പോറ്റി വളർത്തുന്ന ഗതികെട്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നോ? അന്നത് ചെയ്തില്ല എന്നുള്ളതിന്റെ ദുരന്ത ഫലവും കൂടിയാണ് ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അധികാര ആർത്തി പൂണ്ട കോൺഗ്രസ്
ഹിന്ദുക്കളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും കാപാലികരുടെ മുൻപിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുകയായിരുന്നു. ഞാൻ ഈ ബംഗ്ലാദേശിൽ ഇന്ന് നടക്കുന്നത് ഓരോന്നും ഇനി എണ്ണി പറയേണ്ട കാര്യമില്ല, അതെല്ലാം നമ്മൾ അറിഞ്ഞു. എന്തുകൊണ്ടിത് എന്നാണ് നാം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും മറ്റുള്ളവരെ. ഇത് അധികാരത്തിൽ ആർത്തി പൂണ്ട കോൺഗ്രസിന്റെ കൈക്രിയയുടെ പരിണത ഫലമാണിത്. കോൺഗ്രസ് ആണ് ഈ സാഹചര്യം എത്തിച്ചത്. ഒരു കാര്യം ഞാൻ അവസാനം പറയാമെന്ന് വിചാരിച്ചൊരു കാര്യം ഇപ്പൊ പറയാം. അതിതാണ്, ഭരണകൂടത്തിന്റെയോ രാഷ്ട്രീയ കക്ഷികളുടെയോ പിന്തുണയില്ലാതെ ഒരു ഭീകരവാദവും ലോകത്ത് വളരില്ല, ഭാരതത്തിൽ വളരില്ല. കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാ ഭാരത വിഭജനം ഉണ്ടാകുമായിരുന്നത്? കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഭീകരവാദം വളരുമായിരുന്നത്? ബോംബെയിലെ ആക്രമണം ഉണ്ടായല്ലോ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വലിയ ആക്രമണം. ആ ബോംബെ ഭീകര ആക്രമണത്തെ തുടർന്ന് അന്നത്തെ കോൺഗ്രസ് സർക്കാർ തന്നെ വലിയ ഒരു കോമ്പിംഗ് നടത്തി. ഭീകരവാദികളെ രാജ്യത്തിന്റെ മുക്കിലും മൂലയിൽ നിന്ന് അരിച്ചു പെറുക്കി തുടങ്ങി. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ സോണിയാഗാന്ധി തന്നെ നിർദ്ദേശം കൊടുത്തു, അറസ്റ്റ് ചെയ്യപ്പെടുന്നവരൊക്കെ മുസ്ലിങ്ങളായതുകൊണ്ട് അത് ന്യൂനപക്ഷ പീഡനമായി പ്രചരിപ്പിക്കപ്പെടും, അതുകൊണ്ട് കോമ്പിംഗ് നിർത്തിവെക്കാൻ ഭരണാധികാരിയല്ലാത്ത ആ വനിത നിർദ്ദേശം കൊടുത്തു സർക്കാരിന്. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? ഭീകരവാദികളെയാണ് പിടിക്കുന്നത്, നിങ്ങൾ മതത്തിന്റെ പേരിൽ പറയേണ്ടതില്ല എന്ന് ശക്തമായി പറഞ്ഞിരുന്നുവെങ്കിൽ, ഇത് പണ്ടേ പറഞ്ഞിരുന്നുവെങ്കിൽ അതിലേക്ക് ഞാൻ വരാം. അതുകൊണ്ട് കോൺഗ്രസിന്റെ അധികാര ആർത്തിയുടെ പരിണാമമാണ് നാം ഇന്ന് ഈ കാണുന്നത് മുഴുവൻ. 1947 ആഗസ്റ്റ് 14 രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഭാരതത്തിലും ഉണ്ടായിരുന്നവരെല്ലാം ഭാരതീയരായിരുന്നു. ഓഗസ്റ്റ് 14 രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭാരതീയരായിരുന്നു ഇന്നത്തെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പാഴ്സികളും ജൂതന്മാരും എല്ലാം. ഇന്നത്തെ പാകിസ്ഥാനിലെ എല്ലാ ന്യൂനപക്ഷങ്ങളും ഭാരതീയരായിട്ടാണ് ഉറങ്ങാൻ കിടന്നത്. എഴുന്നേറ്റപ്പോൾ അവരെങ്ങനെയാണ് ശത്രു രാജ്യത്തായി മാറിയത്? ആരാണ് അതിന്റെ കാരണക്കാരൻ? ആരാണ് ഇതിന് ഉത്തരവാദി? അതല്ല ചർച്ച ചെയ്യേണ്ടത്. അതാണ് നാം ചർച്ച ചെയ്യേണ്ടത്. ഇതിന് ഉത്തരവാദികളായവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ആ ഉത്തരം പറയിപ്പിക്കണമെങ്കിൽ രാഷ്ട്രീയമായിട്ട് തന്നെയാണ്. ജനാധിപത്യ രാജ്യത്ത് ചോദ്യവും ഉത്തരവും മുഴുവൻ അത് ഈ ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെയാണ്, അധികാരം കൊണ്ട് തന്നെയാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ അവരുടെ ഈ കൊള്ളരുതായ്മയ്ക്ക് ഉത്തരം പറയിപ്പിക്കേണ്ടത് പെരിന്തൽമണ്ണയിൽ കോൺഗ്രസിന്റെ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, മലപ്പുറത്ത് ധാരാളം ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾ ചോദിക്കവരോട്, നിങ്ങൾ അവരോട് ചോദിക്കണം, തലേ ദിവസം കിടന്നവരെ വിദേശികളാക്കി മാറ്റി അവരെ ശത്രുക്കളുടെ കൈകളിലാക്കി കൊടുത്തത് എന്തിനാ? അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞത് എന്തിനാ? അവിടെയാണ് ജനസംഖ്യാ കൈമാറ്റത്തിന്റെ പ്രസക്തി. അങ്ങനെ ആയിരുന്നെങ്കിൽ അവരെ ഇവിടേക്ക് കൊണ്ടുവരാമായിരുന്നല്ലോ, രണ്ടു കൂട്ടർക്കും ചെയ്യാമായിരുന്നല്ലോ. അത് ചെയ്യാതെ ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരെ അറുത്തു തള്ളാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത കോൺഗ്രസിനെയാണ് ചോദ്യം ചെയ്യേണ്ടത്. കോൺഗ്രസിന്റെ ചരിത്രമാണ് നാം പഠിക്കേണ്ടത്. അവരുടെ ചതിയുടെ ചരിത്രമാണ് നാം വിശകലനം ചെയ്യേണ്ടത്. ഈ ആക്രമണം ആരംഭിച്ചത് പണ്ടുണ്ടെങ്കിലും 21 മാറ്റിവെച്ചാൽ പിന്നീട് ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ആരംഭിച്ചത് 1946 ആഗസ്റ്റ് 16 1946 ആഗസ്റ്റ് 16 അന്നായിരുന്നു ഡയറക്റ്റ് ആക്ഷൻ പ്രഖ്യാപിച്ചത്. മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ അനുവദിക്കുന്നിടം വരെ കലാപം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. എന്താണ് ഡയറക്റ്റ് ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പത്രക്കാർ അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി ഡയറക്റ്റ് ആക്ഷൻ മീൻസ് മാസ് ഇല്ലീഗൽ മൂവ്മെന്റ്സ് എന്നായിരുന്നു. അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അതായിരുന്നു ഒരു നിയമപരമായ അതിർത്തികളും ഇല്ലാതെ, അതിരില്ലാത്തത്ര ആക്രമണങ്ങൾ. അതിന്റെ പേരാണ് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ആ ഡയറക്റ്റ് ആക്ഷന് ബംഗാളിൽ നേതൃത്വം കൊടുത്ത മുസ്ലിം ലീഗിന്റെ നേതാവുണ്ട്, സുഹ്രവർദി. അദ്ദേഹം ബംഗാളിൽ ആ സമയത്ത് മുഖ്യമന്ത്രിയാണ്, അവിടുത്തെ മന്ത്രിയാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. ദ ഗ്രേറ്റ് കൽക്കട്ട കില്ലിങ്സ് എന്നാണ് അതിന്റെ പേര്. മഹത്തായ കൂട്ടക്കൊല, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതിന്റെ പേരാ ഗ്രേറ്റ് കൽക്കട്ട കില്ലിങ്സ്. ഇന്ന് അതിനെക്കുറിച്ച് ഈ നാട്ടിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് എന്ത് പറയാനുണ്ടെന്ന് ചോദിക്കണം. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് എന്ത് പറയാനുണ്ടെന്ന് അന്വേഷിക്കണം. നവഖാലി സ്മൃതി യാത്ര, കുറച്ച് വർഷം മുൻപ് ഈ കോൺഗ്രസിന്റെ പാവപ്പെട്ട തൊഴിലാളികൾ എന്ന് വേണമെങ്കിൽ പറയാം, അവര് കുറച്ചു നാൾ മുമ്പ് അറിയാതെ കേരളത്തിൽ എല്ലായിടത്തും, ഭാരതത്തിൽ മുഴുവൻ നവഖാലി സ്മൃതി യാത്ര നടത്തി.
പിന്നീടാണ് അവരുടെ നേതാക്കന്മാർ പറഞ്ഞ് നവഖാലി സ്മൃതി യാത്ര നടത്തരുത്. കാരണം ആ സ്മൃതി ഉണ്ടായെന്നാൽ ആ സ്മൃതി എന്ന് പറയുന്നത് കൽക്കട്ടയ്ക്കടുത്തുള്ള ഒരൊറ്റ പ്രദേശത്ത് 48 മണിക്കൂറിനുള്ളിൽ 10,000 ഹിന്ദുക്കളെ വെട്ടിക്കൊന്ന സംഭവമാണ് നവഖാലിയിൽ ഉണ്ടായത്. ആ നവഖാലിയിലേക്ക് ഗാന്ധിജി പോയതാണ്. സമാധാനത്തിന്റെ സന്ദേശവുമായി ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേരാണ് നവഖാലി സ്മൃതി യാത്ര. ആ നവഖാലി സ്മൃതി വീണ്ടും ഉണർത്തിയാൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തിയതിന്റെ ചരിത്രം പുനർസ്മരണയിൽ വരും. അത് കോൺഗ്രസിനെതിരായി മാറും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗാന്ധിജിയെ ഓർക്കേണ്ടതില്ല, സ്മൃതിയാത്രയും ഓർക്കേണ്ടതില്ല, ഗാന്ധിജിയുടെ പേര് വഹിക്കുന്ന ആധുനിക ഗാന്ധിയെ ഓർത്താൽ മതി എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് അന്ന് 1946 ആഗസ്റ്റ് 16 ആരംഭിച്ച ആ കൂട്ടക്കൊല ഇതിന് വർഗീയവാദികളെ സജ്ജമാക്കിയത്. ഈ 46-ൽ 10,000-കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. പിന്നീട് 47 ആഗസ്റ്റ് 15 ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എന്തായിരുന്നു? ഇനിയൊരു കൂട്ടക്കൊല ഉണ്ടാവരുത്, ഇനി മതപരമായ കലാപം ഉണ്ടാവരുത്, ഇനി സംഘർഷം ഉണ്ടാവരുത്. 46-ലെ ഈ ദീർഘനാളത്തെ കൂട്ടക്കൊല കണ്ടപ്പോ ഇനി കൂട്ടക്കൊലയും രക്തച്ചൊരിച്ചിലും ഒഴിവാകാൻ വേണ്ടിയാണ് ഭാരത വിഭജനം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അവർ പ്രമേയം പാസാക്കിയത്. 1947 ജൂൺ 15 ഭാരതം വിഭജിക്കാൻ പ്രമേയം പാസാക്കിയവരാണ് ഇന്ന് പാർലമെന്റിൽ ഭാരതത്തിന്റെ ഐക്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വീൺവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് പറഞ്ഞു ഇനി ഒരിക്കലും രക്തപ്പുഴ ആയിക്കോട്ടെ, രക്തപ്പുഴ ഒഴുകാതെ ഇരുന്നോ. ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല കണ്ടത് 47 ആഗസ്റ്റ് 15 തുടർന്നുള്ള വിഭജനത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ കൂട്ടക്കൊല. കോടിക്കണക്കിന് ആൾക്കാരെ റഷ്യയിലും ചൈനയിലും കൊന്നിട്ടുണ്ട്. അത് നാളുകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ ആണ്. പക്ഷേ കുറഞ്ഞൊരു സമയം കൊണ്ട് 15 ലക്ഷം ആൾക്കാർ കൊല്ലപ്പെടുകയും 200 ലക്ഷം ആൾക്കാർ ആ പീരീഡിൽ മാത്രം 200 ലക്ഷം ആൾക്കാർ പലായനം ചെയ്യുകയും ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടപ്പലായനവും ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയും നടന്നത് ഭാരത വിഭജനത്തെ തുടർന്നാണ്. ഇതുണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി ആയിരുന്നല്ലോ അധികാര കസേര കിട്ടാൻ വേണ്ടി ജവഹർലാൽ നെഹ്റു പറഞ്ഞ നുണയായിരുന്നു അത് എന്ന് പഠിച്ചില്ലേ? എന്നിട്ടും പഠിച്ചോ നമ്മൾ? ഉണ്ടായില്ല. ഈ സാഹചര്യം ഉണ്ടാക്കിയത് ഒരു ദിവസം കൊണ്ടല്ല പാകിസ്ഥാൻ ഉണ്ടായത്, റോം ഉണ്ടായത് ഒരു നാൾ കൊണ്ടല്ല, റോം നഗരം ഉണ്ടായതെന്ന് പറഞ്ഞതുപോലെയാണ് ഒരു ദിവസം കൊണ്ടല്ല. മുസ്ലിം ലീഗിനെ കൊണ്ടും മതമൗലികവാദികളെ കൊണ്ടും ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഒരു ദിവസം കൊണ്ടല്ല, ഒരു നൂറ്റാണ്ട് കൊണ്ടല്ല, ഏതാണ്ട് 40 വർഷത്തിലേറെ കാലത്തെ കോൺഗ്രസിന്റെ പരിശ്രമമാണ്. കോൺഗ്രസ് തുടങ്ങിയത് ബ്രിട്ടീഷുകാരാണെന്ന് അറിയാമല്ലോ. അത് ഞാൻ വിശദീകരിക്കേണ്ടതല്ല. ഭാരതത്തെ നന്നാക്കാനല്ലല്ലോ ബ്രിട്ടീഷുകാർ കോൺഗ്രസ് തുടങ്ങുന്നത്, വിദേശികൾ തുടങ്ങുന്നത്. അതും വിശദീകരിക്കേണ്ടതില്ല. പിന്നീട് കുറച്ചു കാലം ദേശീയവാദികളുടെ കേന്ദ്രമായി കോൺഗ്രസ് മാറിയത് അരവിന്ദ ഘോഷും ബാലഗംഗാധര തിലകനും അതിന്റെ തലപ്പത്ത് വന്നപ്പോഴാണ്. അതിനുശേഷം തിലകന്റെ കാലത്തിന് ശേഷം ഏതാണ്ട് 1915 ശേഷം വീണ്ടും കോൺഗ്രസ് ഈ പറയുന്ന ഒരു മതപ്രീണനം, മുസ്ലിം മതപ്രീണനം ആരംഭിച്ചത് 1915 ശേഷമാണ്. കോൺഗ്രസിലേക്ക് സാമാന്യ മുസ്ലിങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി നടത്തിയ ചില ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു. അതിൽ ചെറിയ ചെറിയ കൊള്ളരുതായ്മകൾ പോലും ഉണ്ട്. കോൺഗ്രസ് സമ്മേളനത്തിൽ മുസ്ലിങ്ങളെ പങ്കെടുപ്പിക്കാൻ വഴിച്ചെലവ്, വട്ടക്കാശ്, ദിവസക്കൂലി കൊടുത്തിട്ടുണ്ട്. പിന്നെ വസ്ത്രം, ചാപ്പാട്, ഇതെല്ലാം. പിന്നെ അവർക്ക് വേണ്ടി ഒരു 4 ദിവസത്തെ ആഘോഷം, പന്തലൊക്കെ കെട്ടി ചാപ്പാടും ബിരിയാണിയും ഒക്കെ ആയിട്ട് ആഘോഷം സമ്മേളനത്തിന് കൂടാതെ ഇങ്ങനെ ഒരാഴ്ചത്തെ ആഘോഷത്തിന് ചെലവും കൊടുത്ത് കൊണ്ടുവന്ന് മുസ്ലിം വേഷധാരികളാക്കി കൊണ്ടയിരുത്തി ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ ഒരു മുസ്ലിം വേഷധാരി എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ കോൺഗ്രസ്സുകാരും ഹീർ വിളിക്കണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം. ഞാനിത് ആക്ഷേപാർഹമായ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യമായി പറഞ്ഞതല്ല. അംബേദ്കർ എഴുതിയൊരു പുസ്തകമുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കാശ് കൊടുത്ത് വായിക്കണം. അത് കുരുക്ഷേത്രമുണ്ട്. പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇത് രേഖാമൂലം എഴുതിയിട്ടുണ്ട്, പ്രമാണസഹിതം എഴുതിയിട്ടുണ്ട് കോൺഗ്രസ് ചെയ്തത് എന്തൊക്കെയാണ് എന്ന്. അത് കൂടാതെ പിന്നീട് അതിനെ തുടർന്നാണ് 1919 നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ നിങ്ങളും സ്കൂളിൽ പഠിപ്പിച്ചിരിക്കുന്ന എന്താ? സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ നിസ്സഹകരണ പ്രസ്ഥാനം എന്നല്ലേ?
നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്? നിസ്സഹകരണം തുടങ്ങിയത് കോൺഗ്രസ് അല്ല, അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുമല്ല. 1919 മുസ്ലിം ലീഗും അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റി പ്രഖ്യാപിച്ചതാണ് നിസ്സഹകരണം. ആ നിസ്സഹകരണ പ്രസ്ഥാനം കോൺഗ്രസ് ഏറ്റെടുത്തു. അന്ന് ഈ മുഹമ്മദ് അലി ജിന്ന പറഞ്ഞു, ചെയ്യരുത്, ഇത് മതകാര്യമാണ്, മതകാര്യം നിങ്ങൾ ഏറ്റെടുത്ത സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കരുത്. നിങ്ങൾ സഹോദരനെതിരായി, അച്ഛനെ മക്കൾക്കെതിരായി, മനുഷ്യനെ മനുഷ്യനെതിരായി ശത്രുക്കളാക്കി മാറ്റും ഈ കൊള്ളരുതായ്മ ചെയ്താൽ എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ വന്നപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ മാന്യന്മാരുടെ തൊഴിലാണ്, ഞാൻ ഈ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിൽക്കില്ല എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയ ഒന്നാം തരം ദേശീയവാദിയായിരുന്ന മുഹമ്മദ് അലി ജിന്നയെ ഒന്നാം തരം വർഗീയവാദിയും വിഭജനവാദിയും ആക്കി മാറ്റിയത് ആരാണെന്ന് പഠിപ്പിക്കണം. കോൺഗ്രസ് ആണ് ദേശീയവാദികളെ വിഭജനവാദികളാക്കി മാറ്റുന്ന പണിയാണ് 1915 മുതൽ കോൺഗ്രസ് ചെയ്തത്. പിന്നീട് 1921 ഒരു പതാക ഉണ്ടാക്കാൻ ഗാന്ധിജി ഒരാളോട് പറഞ്ഞു, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മാത്രം അവരെ പ്രതിനിധീകരിക്കുന്ന പതാക ഉണ്ടാക്കാൻ പറഞ്ഞു. അതിന്റെ പേരിൽ ഒത്തിരി വഴക്കുണ്ടായി. കുറെ നാൾ കഴിഞ്ഞ് 30 വീണ്ടും പതാക ഉണ്ടാക്കാൻ നിർദ്ദേശിക്കുന്നു. അതിനുവേണ്ടി ഒരു പതാക കമ്മിറ്റി ഉണ്ടാക്കി. ആദ്യം 3 നിറം, അങ്ങനെയാണ് ബാക്കിയുള്ളവർക്കെല്ലാം കൂടി ചേർത്തിട്ട് ഒരു നിറം എന്നൊക്കെ പറഞ്ഞു. മതത്തിന്റെ അടിസ്ഥാനത്തിലാ കോൺഗ്രസിന്റെ പതാക, ദേശീയ പതാക എന്ന് പറയരുത്, കോൺഗ്രസിന്റെ പതാക ഉണ്ടാക്കിയത്. ആ സമയത്ത് സിഖുകാരടക്കം മറ്റെല്ലാ മതന്യൂനപക്ഷങ്ങളും വഴക്കുണ്ടാക്കി, ഞങ്ങളുടെ പേരിൽ ഞങ്ങളുടെ മതത്തിന്റെ നിറവും കൂടി വേണം. അങ്ങനെ കലാപം ഉണ്ടാക്കിയപ്പോഴാണ് അതിനുവേണ്ടി ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃപലാനിയല്ല, മറ്റൊരാളിന്റെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അബ്ദുൽ കലാം ആസാദ് ഉണ്ട്, പട്ടേലുണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്. അവരെല്ലാം ചേരുന്ന 7 അംഗ പതാക കമ്മിറ്റിയെ നിയോഗിച്ചു കോൺഗ്രസ് ഓൾ ഇന്ത്യ കമ്മിറ്റി. പതാക നിർണയിക്കുവാൻ ആ 7 അംഗ പതാക കമ്മിറ്റി ഏകകണ്ഠമായി, അബ്ദുൽ കലാം ആസാദ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഏകകണ്ഠമായി തീരുമാനിച്ചത്, അവർ റിപ്പോർട്ട് കൊടുത്തത് ഭാരതത്തിന്റെ ചരിത്രവും സംസ്കാരവും എല്ലാം അടയാളപ്പെടുത്തിക്കൊണ്ട് ദീർഘചതുരാകൃതിയിലുള്ള കാവിപ്പതാകയായിരിക്കണം ഭാരതത്തിന്റെ ദേശീയ പതാക. ആധുനിക സ്വാതന്ത്ര്യ സമരത്തിന്റെ അടയാളമായി അതിന്റെ മൂലയിൽ ചർക്ക കൂടി നീല നിറത്തിൽ ചേർക്കേണ്ടതാണ് എന്നായിരുന്നു നിർദ്ദേശിച്ചത്. അത് വേണ്ട എന്ന് വെച്ചു കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി. കാരണം മുസ്ലിം ലീഗ് പറഞ്ഞു, കാവി നമ്മൾക്ക് പറ്റില്ല, ഹറാമാണ്, ആ പതാക പിൻവലിക്കണം. അതിനുശേഷമാണ് മറ്റെല്ലാ മതങ്ങൾക്കും വേണ്ടി വെള്ളയെന്നും മുസ്ലിങ്ങൾക്ക് വേണ്ടി പച്ചയെന്നും ഹിന്ദുക്കൾക്ക് വേണ്ടി കാവിയെന്നും പറഞ്ഞുകൊണ്ട് ത്രിവർണ്ണ പതാക ഉണ്ടാക്കിയത്. മതത്തിന്റെ പച്ചയായ അടിസ്ഥാനത്തിൽ, മതപ്രീണനത്തിന്റെ അടിസ്ഥാനത്തിൽ പതാകയെ വലിച്ചെറിഞ്ഞവരാണ് കോൺഗ്രസുകാർ എന്ന് പറയാനാണ് ഞാനിത് സൂചിപ്പിച്ചത്. പിന്നീട് 1950 ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ഈ ത്രിവർണ്ണ പതാകയ്ക്ക് പുതിയ വ്യാഖ്യാനം കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇന്നത്തെ ദേശീയ പതാക. ഇന്ന് നമ്മുടെ ദേശീയ പതാകയാണ്, അതിന്റെ അർത്ഥവും വേറെയാണ്. അതുകൊണ്ട് അതിനെ ആക്ഷേപിക്കേണ്ടതില്ല. പക്ഷേ ദേശീയ പതാക ഉണ്ടാവുന്നതിന് മുൻപ് പ്രഖ്യാപിച്ച ദേശീയ പതാകയെ തള്ളിക്കളഞ്ഞത് എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. 1923 വരെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനങ്ങളിൽ മുഴുവൻ പാടിയിരുന്ന ദേശീയ ഗാനം വന്ദേമാതരമായിരുന്നു. അത് രവീന്ദ്രനാഥ ടാഗോറാണ് പാടിക്കൊണ്ടിരുന്നത്. മിക്കവാറും എല്ലാ വർഷവും പാടിക്കൊണ്ടിരുന്ന ആൾ രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് സമ്മേളനത്തിൽ അത് പാടുക. ആ പാട്ട് പാടിയപ്പോൾ അന്ന് 23 കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മൗലാന മുഹമ്മദ് അലി പറഞ്ഞു, വന്ദേമാതരം പാടാൻ പാടില്ല, ഞാൻ ഇറങ്ങിപ്പോവുകയാണ് എന്ന് പറഞ്ഞു. കോൺഗ്രസ് തീരുമാനിച്ചു, ദേശീയ ഗാനം വേണ്ട, വന്ദേമാതരം വേണ്ട എന്ന് തീരുമാനിക്കുകയും പിന്നീട് ഇപ്പോൾ നാം പറയുന്ന ഈ ജനഗണമന ഏറ്റെടുക്കുകയും ചെയ്തത് മൗലാന മുഹമ്മദ് അലിയുടെയും മുസ്ലിം ലീഗിന്റെയും ആക്രോശത്തിന്റെ അതിന്റെ പശ്ചാത്തലത്തിൽ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു ഏർപ്പാടായിരുന്നു എന്നർത്ഥം. അങ്ങനെ അതിനുശേഷം പോട്ടെ, പാകിസ്ഥാനൊക്കെ രൂപീകരിച്ചു, ബംഗ്ലാദേശും ഒക്കെ ആയി. അതിനുശേഷമെങ്കിലും ഈ അപകടം അനുഭവിച്ചതിന് ശേഷമെങ്കിലും ഇത് അവസാനിപ്പിക്കേണ്ടതായിരുന്നില്ലേ? അവസാനിപ്പിച്ചില്ല. സ്വാതന്ത്ര്യാനന്തരം അനേകം കാര്യങ്ങൾ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ അതിൽ ന്യൂനപക്ഷ സംരക്ഷണം ഏർപ്പാട് ചെയ്തു. ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ മാനദണ്ഡം വിശദീകരിച്ചിട്ടില്ല. വക്കീലന്മാരോട് ഇരിക്കുന്നുണ്ടല്ലോ, ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആര്, മാനദണ്ഡം എന്താ, എത്ര ശതമാനം, എന്താണ് യോഗ്യത? ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല.
ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് സംവരണം ഏർപ്പെടുത്തിയത് മതപ്രീണനത്തിന് വേണ്ടി മാത്രമായിരുന്നു. പിന്നീട് 1980-കളിലാണ് മുസ്ലിം വിഭാഗത്തിന് അവസരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു അന്നത്തെ കോൺഗ്രസ് സർക്കാർ. ഗോപാൽ സിംഗ് എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തിലായിരുന്നു ആ കമ്മിറ്റി. അദ്ദേഹം ഒരു ശുപാർശ കൊടുത്തു. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1983 കോൺഗ്രസ് ഒരു പ്രഖ്യാപനം നടത്തി. 15-point പ്രോഗ്രാം ഫോർ മൈനോറിറ്റീസ് 1983. ഈ നാട്ടിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, ന്യൂനപക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ, പാവങ്ങൾ എത്രയോ പേരുണ്ട്. ഈ 15-point പ്രോഗ്രാം മതത്തിന് വേണ്ടി എന്തിനു കൊടുക്കണം? അത് മതപ്രീണനം, വോട്ട് നേടുവാൻ, അധികാരത്തിന് വേണ്ടി പ്രീണിപ്പിക്കലായിരുന്നു. തീർന്നില്ല. അതിനെ തുടർന്ന് 10ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉള്ളതിന്റെ 125% വർധനവാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം 11ാം പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചത്. സ്പെഷ്യൽ ഫണ്ട് എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നത് 50 മടങ്ങായി വർദ്ധിപ്പിച്ചു. അതിന് മുൻപുണ്ടായിരുന്നതിൽ 50 മടങ്ങായി മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഫണ്ട് വർദ്ധിപ്പിച്ചു. ആ 125 കോടിയായിരുന്നു അതിന് മുൻപുണ്ടായിരുന്നതെങ്കിൽ 11ാം പദ്ധതിയിൽ 7000 കോടി രൂപയായിട്ടത് വർദ്ധിപ്പിച്ചു. ഒരൊറ്റ നിമിഷം കൊണ്ട്, ഒരൊറ്റ വർഷത്തെ കൊണ്ട് 125-ൽ നിന്ന് 7000 ആക്കി വർദ്ധിപ്പിച്ചു കോൺഗ്രസ് സർക്കാർ. മതപ്രീണനത്തിന് വേണ്ടി പിന്നാക്കാവസ്ഥയും ദാരിദ്ര്യവും ഒക്കെയായിരുന്നു കാരണമെങ്കിൽ ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യയെ കഴിഞ്ഞും കൂടുതലായിരുന്നു പട്ടികവർഗ വിഭാഗങ്ങൾ, വനവാസികൾ, നാട്ടിലെ പരിഷ്കാരികൾ, ആദിവാസികൾ എന്ന് വിളിക്കുന്ന വിഭാഗം മുസ്ലിം ജനസംഖ്യയെ കഴിഞ്ഞും കൂടുതലായിരുന്നു. അവർക്ക് കൊടുത്തില്ല. അവർക്ക് കേവലം 3709 കോടി രൂപയുടെ സഹായം മാത്രമാണ് മുഴുവൻ ഭാരതത്തിലും കൊടുത്തത്. മതപ്രീണനം നടത്തി ഈ പ്രീണനത്തിന്റെ ഇറക്കം എന്ന് അവസാനിക്കുന്നത്, ഏത് കാലത്താണ് അവസാനിക്കുന്നത്? 1989-ലാണ് മൗലാന ആസാദ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ രാജീവ് സർക്കാർ തുടങ്ങുന്നത്. 100 കോടിയിലാണ് തുടങ്ങിയത്. പിന്നെ എത്ര കോടിയായി എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. 1994-ലാണ് നാഷണൽ മൈനോറിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഫിനാൻസ് കോർപ്പറേഷൻ രൂപീകരിച്ചത്. ഇതെല്ലാം മൈനോറിറ്റിക്ക് വേണ്ടിയാണ്. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ഏതാണ്ട് 73% മുസ്ലിങ്ങൾക്ക് വേണ്ടി. ഓരോ പദ്ധതിയും പ്രഖ്യാപിക്കുക, 73% മുസ്ലിങ്ങൾക്ക് വേണ്ടി. മൈനോറിറ്റി എന്ന പേര് മാത്രമേ ഉള്ളൂ. സത്താർ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു? ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ അതിനെ തുടർന്ന് മതന്യൂനപക്ഷത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് 2006-ൽ 29/1/2006 മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ഉണ്ടാക്കി. മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്. മതേതര രാജ്യത്ത് ഏത് മൈനോറിറ്റി അഫയേഴ്സാണ് വേണ്ടത്? പിന്നെ നിങ്ങൾ പറയുന്ന മതേതരത്വം എവിടെയാണ്? അവിടെ അവസാനിച്ചില്ല. അന്ന് പ്രഖ്യാപിക്കുകയും അവിടെ വീണ്ടും 15-point പ്രോഗ്രാം ഫോർ മൈനോറിറ്റീസ് പ്രഖ്യാപിച്ചു. അതനുസരിച്ച് ഏത് പ്ലാൻ ഉണ്ടാക്കിയാലും, ഭാരത സർക്കാർ എന്ത് പ്ലാൻ ഉണ്ടാക്കിയാലും, ആർക്ക് വേണ്ടി ഉണ്ടാക്കിയാലും അതിൽ 15% മുസ്ലിം വിഭാഗത്തിനായിരിക്കണം എന്ന് 2006-ൽ കോൺഗ്രസ് തീരുമാനിക്കുക മാത്രമല്ല, ഭാരതത്തിലാകെ ഒരു മതജില്ലയായിരുന്നു പ്രഖ്യാപിച്ചത് 1967-ൽ, നിങ്ങളുടെ ജില്ല. പക്ഷേ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം 90 ജില്ലകൾ ഭാരതത്തിൽ ഇസ്ലാമിക ജില്ലയായിട്ട് പ്രഖ്യാപിച്ചു. 90 ജില്ലകൾ. ആ 90 ജില്ലകളെ പേര് മൈനോറിറ്റി കോൺസെൻട്രേഷൻ ഡിസ്ട്രിക്ട്സ് എന്നാണ് ഇട്ട പേര്. എന്ന് വെച്ചാൽ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകൾ 90 അവിടെ എന്തൊക്കെ ചെയ്യണം? ഫ്ലോ ഓഫ് ബാങ്ക് ക്രെഡിറ്റ്സ്, എംപ്ലോയ്മെന്റ് ഇൻ സർവീസസ്, സെറ്റിംഗ് അപ്പ് ഓഫ് ഉറുദു മീഡിയം സ്കൂൾസ്, low cost hostel facilities, financial support to madrasas and their linkage with higher secondary boards, etc., national data bank for Muslims, constitution of equal opportunity commission. ഏതാ equal opportunity commission? ആരുമായിട്ടുള്ള ഈക്വൽ ആണ് നോക്കേണ്ടതാണ്. മോണിറ്ററിംഗ് അതോറിറ്റി അറ്റ് ക്യാബിനറ്റ് ലെവൽ വിത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് 90 ജില്ലകൾക്ക് സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങ് പോരുകയാണ്. അതിന്റെ തുടർച്ചയായിരുന്നു ഇപ്പോൾ കേരള നിയമസഭയിലും കണ്ടത്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല, ഇവിടുത്തെ ചർച്ചാ വിഷയമല്ല. വകുപ്പിന്റെ പേരിൽ കേരള നിയമസഭയിൽ 2 കൂട്ടരും ചേർന്ന് പ്രമേയം പാസാക്കിയിട്ട് മുനമ്പത്ത് പോയി നാട്ടുകാരോട് കള്ളത്തരം പറയാൻ ഒരു മടിയുമില്ലാത്ത ഗാന്ധിജിയുടെ പിൻഗാമികൾ, സത്യമാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ പിൻഗാമികൾ മുനമ്പത്തെ പാവപ്പെട്ട ദരിദ്രവാസികളുടെ മുമ്പിൽ പോയി നിന്ന് നുണ പറയാൻ അവർക്കൊരു മടിയും ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നില്ല ഖദർ ധരിച്ചിട്ട്. ഈ കള്ളത്തരവും ചതിയും എന്തിനു ചെയ്തു എന്ന് കോൺഗ്രസ്സുകാരുടെ ഇത് ഞാൻ ഒന്നും രണ്ടും മൂന്നേ പറഞ്ഞിട്ടുള്ളൂ, അനേകമുണ്ട്. അവരുടെ ഈ ചതികളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു തട്ടിപ്പും കൂടി ഭാരത വിഭജന സമയത്തുണ്ടായിരുന്നു, അതും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം അത് ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. എന്തായിരുന്നു അത്? 2024 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ആ തട്ടിപ്പ്. ദളിത് മുസ്ലിം ഐക്യം എത്ര കാലമായിട്ട് കേൾക്കുന്നുണ്ട്. വിഭജനത്തിന് മുന്നേ തന്നെ ഈ മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ദളിത് മുസ്ലിം ഐക്യം. ആ ഐക്യ മന്ത്രം കേട്ട ഡോക്ടർ അംബേദ്കർ പറഞ്ഞു, ചതിയിൽപ്പെടരുത്, ചതിക്കപ്പെടും, നിങ്ങൾ ഒരു കാരണവശാലും ഈ കള്ളത്തരത്തിന് വീണു പോകരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഡോക്ടർ അംബേദ്കറെ പോലെ അത്രയും പ്രഗത്ഭനല്ലെങ്കിലും മറ്റൊരു ദളിത് നേതാവ് ബംഗാളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് യോഗേന്ദ്രനാഥ് മണ്ഡൽ. അദ്ദേഹം ജനപ്രതിനിധിയായിരുന്നു, ബംഗാളിലെ ദളിത നേതാവായിരുന്നു, ദളിത രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ ആളാണ്. വിഭജനത്തിന് തൊട്ട് മുൻപ് ദളിത് മുസ്ലിം ഐക്യം പ്രഖ്യാപിച്ചപ്പോൾ അത് വിശ്വസിച്ചു. ദളിതന്മാരുടെ രക്ഷ ഈ നാട്ടിലെ സവർണന്മാരുടെ കൂടെയല്ല, പിന്നെയോ തങ്ങളെ ആമൂലാഗ്രം സംരക്ഷിക്കാൻ പോകുന്നത് മുസ്ലിം മതവിഭാഗമാണെന്ന് തെറ്റിദ്ധരിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ദളിതന്മാർ ബംഗാളിൽ ഉണ്ടായിരുന്നവർ പ്രത്യേകിച്ചും ബംഗ്ലാദേശിലേക്ക്, ഇന്നത്തെ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യുകയും അവിടെ അവർ അവരുടെ സ്വന്തം രാജ്യമായി കണക്കാക്കുകയും ചെയ്തു. പക്ഷേ നാളുകൾ ഏറെ അങ്ങനെ പോയപ്പോൾ അംബേദ്കർ പറഞ്ഞ കാര്യം ഇതാണ്. 1947 നവംബർ 28 അംബേദ്കർ ദ ഫ്രീ പ്രസ് ജേർണലിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ ഒരു വാക്യം ഇതാണ്: പാകിസ്ഥാനിൽ അകപ്പെട്ടിരിക്കുന്ന പട്ടികജാതിക്കാർ അവർക്ക് സാധ്യമായ എല്ലാ വഴി ഉപയോഗിച്ചും, നിയമപരമായി എന്ന് മാത്രമല്ല സാധ്യമായ എല്ലാ വഴി ഉപയോഗിച്ചും ഇന്ത്യയിൽ എത്തണമെന്ന് അവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാകിസ്ഥാനിലെയോ ഹൈദരാബാദിലെയോ പട്ടികജാതിക്കാർ മുസ്ലിങ്ങളിലോ മുസ്ലിം ലീഗിലോ വിശ്വാസമർപ്പിക്കുന്നത് മരണതുല്യമായിരിക്കും. പറഞ്ഞത് ഡോക്ടർ അംബേദ്കറാണ്. ഹിന്ദുക്കളെ ഇഷ്ടമല്ലെന്നതിനാൽ മുസ്ലിങ്ങളെ സൗഹൃദത്തിലാക്കാൻ ശ്രമിക്കുന്നത് ശീലമായി മാറിയിരിക്കുകയാണ്. ഇത് തെറ്റായ ചിന്താഗതിയാണ് എന്ന് അന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞു. അത് കേൾക്കാതെയായിരുന്നു അദ്ദേഹത്തിന് തത്തുല്യമായ സ്ഥാനമുണ്ടായിരുന്ന ഈ യോഗേന്ദ്രനാഥ് മണ്ഡൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ, ദളിതന്മാരെന്ന് പറയുന്നവരെ കൊണ്ട് ബംഗ്ലാദേശിലേക്ക്, ഇന്നത്തെ ബംഗ്ലാദേശിലേക്ക് പോയി. അവിടെ ചെന്ന് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ അവിടുത്തെ നേതാക്കന്മാരോട്, അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, എന്നെ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞതല്ലേ, ഞങ്ങളെ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞതല്ലേ, ദളിതന്മാർക്ക് പ്രത്യേക നിയമം ഉണ്ടാക്കാമെന്ന് പറഞ്ഞതല്ലേ, ഉണ്ടാക്കണം. നിർബന്ധം സഹിക്കവയ്യാതെ അദ്ദേഹത്തിന് അവിടുത്തെ നിയമമന്ത്രിയാക്കി. ഡോക്ടർ അംബേദ്കർ ഇവിടുത്തെ നിയമമന്ത്രിയും ആയി മാറി. പക്ഷേ നാളുകൾ ഏറെ കഴിയുന്നതിന് മുൻപ് എന്താണ് ഉണ്ടായത് എന്നുള്ളത് വിശദീകരിക്കുന്നതിന് പകരം അദ്ദേഹം 1950 ഒക്ടോബർ 8 പാകിസ്ഥാൻ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാന് ഒരു രാജിക്കത്തെഴുതി. ആ രാജിക്കത്തെഴുതി കൊടുത്തില്ല, നേരിട്ട് കൊണ്ടുപോയി രാത്രിക്ക് പാതിരാത്രിയിൽ കൊണ്ടുപോയി അത് തപാൽ പെട്ടിയിൽ ഇട്ടിട്ട് പാതിരാത്രിയിൽ ഇരുട്ടിന്റെ മറയിൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഭാരതത്തിലേക്ക് ഓടി രക്ഷപ്പെട്ട് കൽക്കട്ട തെരുവിൽ വന്ന് താമസിച്ചു. അദ്ദേഹം അഭയാർത്ഥിയായി, പൗരനായിട്ടല്ലല്ലോ, അഭയാർത്ഥിയായി വന്നു. ആ അദ്ദേഹത്തിന്റെ രാജിക്കത്ത് വളരെ നീണ്ടതാണ്, അത് ഈ പുസ്തകത്തിലുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ വായിക്കാം. എന്താണ് ബംഗ്ലാദേശിൽ അന്ന് മുതൽ നടക്കുന്നത്, അന്നത്തെ പാകിസ്ഥാനിൽ ഇന്നത്തെ ബംഗ്ലാദേശിൽ നടന്നത് എന്താണ്? മന്ത്രിയുടെ കൺമുമ്പിൽ നടന്ന കാര്യം പറയുന്നത്. പാകിസ്ഥാന്റെ നിയമവകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ നടന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ 1-2 കൊൽക്കത്ത കൂട്ടക്കുരുതിക്ക് ശേഷം 1946 ഒക്ടോബറിൽ നവഖാലി ലഹള നടന്നു. അതിനെക്കുറിച്ചൊക്കെ നടന്നു. അവിടെ പട്ടികജാതികൾ അടക്കമുള്ള നിരവധി ഹിന്ദുക്കളെ കൊല ചെയ്തു. 100 കണക്കിന് പേരെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്തു. ഹിന്ദു സ്ത്രീകളെ ബലാത്കാരം ചെയ്തു. അവരെ തട്ടിക്കൊണ്ടുപോയി. എന്റെ സമുദായത്തിലെ ദളിത നേതാവാണ്. നാമശൂദ്രന്മാരെന്ന് പറയുന്നതാണ്, അവിടെ നാമശൂദ്രന്മാരാണെന്ന് അവിടുത്തെ ദളിത ജാതിക്ക് പറയുന്ന പേര്. ആ എന്റെ സമുദായത്തിലെ അംഗങ്ങൾക്കും ജീവനും സ്വത്തും
നഷ്ടമായി. ഈ സംഭവങ്ങൾ കഴിഞ്ഞ ഉടനെ ഞാൻ ട്രിപ്പേര, ഭേരി തുടങ്ങിയ ഇടങ്ങളിൽ പര്യടനം നടത്തി. ലഹളബാധിത പ്രദേശങ്ങൾ കണ്ടു. ഹിന്ദുക്കളുടെ ഭീതിതമായ കഷ്ടപ്പാടുകൾ എന്നെ വിഷമിപ്പിച്ചു. അടുത്ത വരിയാണ്, എന്നിട്ടും മുസ്ലിം ലീഗിനോട് സഹകരണത്തിന്റെ നയം ഞാൻ തുടർന്നു. ആ വാക്കിനാണ് പ്രസക്തി. 46-ലെ കലാപം ഭാരതത്തിലാണല്ലോ. അതിനുശേഷം പിന്നീട് പോയതിനു ശേഷമുള്ള കാര്യങ്ങൾ, പ്രദേശവാസികളായ ബംഗ്ലാദേശിലെ, ഇന്നത്തെ ബംഗ്ലാദേശിലെ പ്രദേശവാസികളായ മുസ്ലിങ്ങളും സായുധ പോലീസിനൊപ്പം കൂടി ഒരു ഗ്രാമത്തിൽ അവർ നാമശൂദ്രരുടെ വീടുകൾ ആക്രമിച്ചു എന്ന് മാത്രമല്ല, സ്ത്രീകളെയും പുരുഷന്മാരെയും നിർദ്ദയം തല്ലിച്ചതച്ചു. അവരുടെ സ്വത്തെല്ലാം നശിപ്പിച്ചു. വിലപിടിപ്പുള്ള സാമഗ്രികൾ എടുത്തുകൊണ്ടുപോയി. ഗർഭിണിയായ ഒരു സ്ത്രീയെ ക്രൂരമായി മർദ്ദിച്ചു. അപ്പോൾ തന്നെ അവരുടെ ഗർഭം അലസിപ്പോവുകയും ചെയ്തു. പ്രാദേശിക ഭരണകൂടത്തിന്റെ ഈ ക്രൂര നടപടി ആ വലിയ പ്രദേശത്തെ തന്നെ ഭയത്തിലാഴ്ത്തി. നിയമമന്ത്രിയുടെ മുമ്പിൽ, ഒരു രാജ്യത്തിന്റെ നിയമമന്ത്രിയുടെ മുമ്പിൽ ആ രാജ്യത്തെ പ്രജകൾക്ക്, ജനങ്ങൾക്ക്, പൗരന്മാർക്ക് നേരെ നടന്ന ദയനീയമായ പീഡനം, ഭരണകൂടത്തിന്റെ ഭീകരത കണ്ടിട്ടും ആ കൂട്ടത്തിൽ സ്ഥലത്തെ പോലീസുകാർ ചേർന്നിട്ടും തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ അദ്ദേഹം ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. സിൽഹട്ട് ജില്ലയിലെ ഹബീബ്ഗഡിൽ നിരപരാധികളായ ഹിന്ദുക്കൾക്ക് നേരെ ഇപ്പോൾ അദ്ദേഹം വാക്കുമാറ്റി. ആദ്യം പറഞ്ഞിരുന്നത് ദളിതരെന്നും പിന്നീട് നാമശൂദ്രന്മാരെന്നുമായിരുന്നു. കത്ത് പോകെ അവസാനമായപ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സിലായി നാമശൂദ്രന്മാരെന്ന് പറഞ്ഞാൽ പോരാ, പിന്നീട് ഹിന്ദുക്കളും തിരിച്ചറിവ് മെല്ലെ ഉണ്ടാവുകയാണ്. കത്തെഴുതി അവസാനമായപ്പോഴേക്കും അദ്ദേഹം പറയുകയാണ്, ഹിന്ദുക്കൾക്ക് നേരെ, പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് നേരെ പോലീസും സൈന്യവും നടത്തിയ അതിക്രമങ്ങളും പരാമർശിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതെവിടെയാ പരാമർശിക്കുന്നത്? കവലപ്രസംഗത്തിലല്ല, പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിലാണ് ഈ പറയുന്നത്. അവിടെ നിരപരാധികളായ സ്ത്രീ പുരുഷന്മാരെ ക്രൂരമായി പീഡിപ്പിച്ച് ചില സ്ത്രീകളെ ബലാത്കാരത്തിനും ഇരയാക്കി. അവരുടെ വീടുകൾ ആക്രമിച്ചു. പോലീസും പ്രാദേശിക മുസ്ലിങ്ങളും ചേർന്ന് സമ്പത്ത് കൊള്ളയടിച്ചു. ആ പ്രദേശത്ത് സൈന്യത്തിന്റെ പിക്കറ്റ് നിയോഗിച്ചിരുന്നു. സൈന്യം ബഹുജന വിഭാഗങ്ങൾക്ക് നേരെ അതിക്രമം നടത്തിയെന്ന് മാത്രമല്ല, ഹിന്ദു ജനവിഭാഗങ്ങളുടെ വീടുകൾ അതിക്രമിച്ച് കയറി വസ്തുവകകൾ അപഹരിക്കുകയും രാത്രിയിൽ സൈനികരുടെ ശാരീരിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ഹിന്ദുക്കൾ തങ്ങളുടെ സ്ത്രീകളെ അയക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. ഈ യാഥാർത്ഥ്യം ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. താങ്കൾ ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട് തരാം എന്ന് പറഞ്ഞു. എന്നാൽ ഒരു റിപ്പോർട്ടും എനിക്ക് കിട്ടിയില്ല എന്നിങ്ങനെ പറഞ്ഞ് ഈ ആക്രമണങ്ങളുടെ അദ്ദേഹം ഒരു വാക്യവും കൂടി, ഞാൻ നേരിൽ കണ്ട കാഴ്ച എന്ന് പറഞ്ഞ് വീണ്ടും പ്രധാനമന്ത്രിയോട് പറയുകയാണ്. ഞാൻ 1950 ഫെബ്രുവരി 28-ന്, അതിനുശേഷമാണ് അദ്ദേഹം ഈ രാജിക്കത്തെഴുതുന്നത്, ഇതുകൂടി കണ്ടപ്പോൾ ഫെബ്രുവരി 28-ന് കൽശീരയിലും സമീപത്തുമുള്ള മറ്റൊന്ന് രണ്ട് ഗ്രാമങ്ങളിലും പര്യടനം നടത്തി. ഖുൽനയിലെ ACPയും ജില്ലയിലെ പ്രമുഖരായ ലീഗ് നേതാക്കളും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആക്രമണം നടന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോയപ്പോൾ പോലീസിന്റെ കമ്മീഷണറും എന്റെ കൂടെ ഉണ്ടായിരുന്നു. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും മുസ്ലിം ലീഗ് നേതാക്കന്മാരും കൂടെ ഉണ്ടായിരുന്നു. കൽശീര വിജനവും നഷ്ടാവശിഷ്ടങ്ങൾ നിറഞ്ഞതുമായി ഞാൻ കണ്ടു. ACPയുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ ഗ്രാമത്തിൽ 350 വീടുകൾ ഉണ്ടായിരുന്നുവെന്നും അതിൽ 3 എണ്ണത്തിന് മാപ്പ് കൊടുക്കപ്പെട്ടിരിക്കുന്നുവെന്നും ബാക്കിയെല്ലാം ഇടിച്ചു നിരപ്പാക്കിയെന്നും പറഞ്ഞു കേട്ടു. ACPയുടെ സാന്നിധ്യത്തിൽ നാമശൂദ്രരുടെ നാടൻ വള്ളങ്ങൾ, കന്നുകാലികൾ ഇവയൊക്കെ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഞാൻ മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, കിഴക്കൻ ബംഗാളിലെ പോലീസ് സൂപ്രണ്ട്, താങ്കൾ തുടങ്ങി എല്ലാവരെയും അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് ഒത്തിരിയുണ്ട്, നീണ്ടു പോവുകയാണ്. ഇതിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞാൻ മുസ്ലിം പാകിസ്ഥാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. അവസാനമായപ്പോൾ അദ്ദേഹം നിരാശനായി. എന്നാൽ പാകിസ്ഥാനിലുടനീളം മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ കാശ്മീർ ദിവസം ആഘോഷിക്കുന്നത് പാകിസ്ഥാൻ നടത്തുന്ന ഭാരത വിരുദ്ധ വർഗീയ പ്രചരണത്തിന് സ്പഷ്ടമായ തെളിവാണ്. പഞ്ചാബ് ഗവർണറുടെ അടുത്തു നടന്ന പ്രഭാഷണത്തിൽ ഭാരതീയ മുസ്ലിങ്ങളുടെ സുരക്ഷയ്ക്കായി പാകിസ്ഥാനിൽ ശക്തമായ സൈന്യം ആവശ്യമാണ് എന്ന് പറഞ്ഞത് ഭാരതത്തോട് പാകിസ്ഥാനുള്ള യഥാർത്ഥ നിലപാട് വ്യക്തമാക്കുന്നതാണ്. ഏതായാലും ഞാനത് വിശദീകരിക്കുന്നില്ല. ഒത്തിരി ഈ പുസ്തകം തന്നെ നിങ്ങൾ വായിക്കുക.
അംബേദ്കറും യോഗേന്ദ്രനാഥ് മണ്ഡലും എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ ദളിത് മുസ്ലിം ഐക്യം എന്ന് പറഞ്ഞ് ദശലക്ഷക്കണക്കിന് ദളിതന്മാരായ ഹിന്ദുക്കളെ അന്നത്തെ പാകിസ്ഥാനിലേക്ക്, ഇന്നത്തെ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോയി ആ ഹിന്ദുക്കളെ മുഴുവൻ അവിടുത്തെ മതഭീകരവാദികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുത്തിട്ട് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ട് പലായനം ചെയ്തയാളാണ് യോഗേന്ദ്രനാഥ് മണ്ഡൽ. ഈ നാട്ടിൽ ദളിത് മുസ്ലിം ഐക്യം പറയുന്ന വിഡ്ഢികൾ ഈ ചരിത്രത്തിന്റെ പാഠം പഠിക്കുമോ എന്ന് ആലോചിക്കണം. ബംഗ്ലാദേശിൽ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനം ബഹുഭൂരിപക്ഷവും ഈ പറയുന്ന ദളിതർ അടക്കമുള്ളവരാണ്. എത്ര ക്രൂരമാണ് ഈ തരത്തിൽ ഉണ്ടാകുവാൻ. എന്താ കാരണം? ആ അടിസ്ഥാന കാരണം അസഹിഷ്ണുതയാണ്. എൻ്റെ അഭിപ്രായത്തിൽ 4 തരം മുസ്ലിങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്, ലോകത്ത് മുഴുവനുള്ളത്. ഒന്ന്, സാധാരണ ഒരു മതവിശ്വാസി എന്നുള്ള നിലയിൽ പള്ളിയിൽ പോവുകയോ പ്രാർത്ഥന നടത്തുകയോ ഒക്കെ ചെയ്യുന്നു, പിന്നീട് തന്റെ കാര്യം നടത്തുന്നു. കച്ചവടമോ തൊഴിലോ വ്യവസായമോ ഉദ്യോഗമോ നിർവഹിക്കുന്നു, വീട്ടിൽ പോകുന്നു, ഭാര്യയും പിള്ളേരുമായിട്ട് കഴിയുന്നു, വേറെ കാര്യങ്ങളിലൊന്നും തലയിടാതെ സ്വസ്ഥമായി ഒരു മതവിശ്വാസി എന്നുള്ള നിലയിൽ കഴിയുന്നവർ വലിയ സംഖ്യയൊന്നുമില്ല, കുറച്ചു പേര് അങ്ങനെയൊക്കെയാണ്. അതാണ് ഒരു തരം മുസ്ലിങ്ങൾ. രണ്ടാമത്തെ കൂട്ടരാണ് മതമൗലികവാദികൾ. എന്ന് വെച്ചാൽ മറ്റെല്ലാ മതവിശ്വാസവും തെറ്റാണ്, മറ്റെല്ലാ ആരാധനാ സമ്പ്രദായവും തെറ്റാണ് എന്ന് കരുതുന്ന രണ്ടാമത്തെ കൂട്ടർ. അവരാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും. ആ 2 കൂട്ടർ മറ്റെല്ലാം തെറ്റാണ് എന്ന് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും തങ്ങളുടെ മക്കളെ അത് ശീലിപ്പിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഉദാഹരണങ്ങളാണ് മുമ്പേ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചത്. മൂന്നാമത്തെ കൂട്ടർ മറ്റുള്ളത് തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അത് കൊള്ളരുതായ്മയാണ്, ദൈവനിന്ദയാണ്, അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല, നിങ്ങളെ വെറുക്കണം എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ കൂട്ടർ. അവരുടെ പേരാണ് മത തീവ്രവാദികൾ. ഉള്ളിൽ വെറുപ്പ് കൊണ്ട് നടക്കുന്നവർ, എപ്പോഴും വിഷം മാത്രം വമിപ്പിക്കുന്നവർ. അന്യരെ ഒരു ആരാധനാലയം കണ്ടാൽ, ഒരു ക്രിസ്ത്യൻ പള്ളി കണ്ടാൽ, ഒരു ജൂത പള്ളി കണ്ടാൽ, ഒരു ഹിന്ദു ക്ഷേത്രം കണ്ടാൽ, കുറി തൊട്ടവരെ കണ്ടാൽ അറപ്പ് തോന്നുന്ന, വെറുപ്പ് തോന്നുന്ന ആ മൂന്നാമത്തെ കൂട്ടർ അവരും വളരെ വലിയ സംഖ്യയിൽ കേരളത്തിലുണ്ട്, ഭാരതത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, ലോകം മുഴുവനുണ്ട്. നാലാമത്തെ കൂട്ടരാണ് ബാക്കിയെല്ലാം തെറ്റാണ്, ആ തെറ്റ് അനുസരിക്കുന്നവരോട്, ആ തെറ്റിനെ പിന്തുടരുന്നവരെ വെറുക്കേണ്ടതാണ്, പോരാ അവരെ ശിക്ഷിക്കേണ്ടതാണ് എന്ന് കരുതുന്ന നാലാമത്തെ കൂട്ടർ. അവരാണ് മതഭീകരവാദികൾ. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ പ്രചരിപ്പിക്കുന്നത് ഭീകരവാദികൾ കുറച്ചല്ലേ ഉള്ളൂ, വിരലിലെണ്ണാവുന്നവരല്ലേ ഉള്ളൂ. അല്ല, ആ ഭീകരവാദത്തിലേക്ക് ഓരോ ആളിനെയും നയിക്കുന്നത് അവന്റെ ഉള്ളിലെ വെറുപ്പാണ്, അവന്റെ ഉള്ളിലെ പരമത വിദ്വേഷമാണ്. അതാണെങ്കിൽ ഏതാനും ചെറിയ ശതമാനത്തിലുള്ള ഈ സാമാന്യ മുസ്ലിങ്ങളെ ഒഴിച്ചാൽ അത്തരം മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ധാരാളം. നിങ്ങളുടെ അയൽപക്കത്തുണ്ട്, നമ്മുടെ സഹപ്രവർത്തകരായിട്ടുണ്ട്, നമ്മുടെ കൂടെ ജീവിക്കുന്നവരുണ്ട്. അവർ നല്ലവരായിട്ട് ജീവിക്കട്ടെ. അവരല്ല ആർക്കും ഉപദ്രവം ഉണ്ടാക്കുന്നത്, അവർ ആർക്കും ഉപദ്രവം ഉണ്ടാക്കാറുമില്ല. പക്ഷേ ബാക്കി 3 കൂട്ടർ നാട്ടിൽ ധാരാളമാണ്, വ്യാപകമാണ്. അവരുടെ പ്രവർത്തനത്തിന്റെ, പ്രചരണത്തിന്റെ, പഠിപ്പിക്കലിന്റെ, പ്രഘോഷണത്തിന്റെ പരിണാമമാണ് ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. ഈ 3 കൂട്ടരും മതത്തിന് വേണ്ടി ഏത് നുണയും പറയും എന്നുള്ളതും കൂടി ഓർക്കണം. അവർ പറയുന്നത് പച്ച നുണയായിരിക്കും. ആക്രമണത്തിന് വേണ്ടി നുണ പറയുന്നു. പശ്ചിമ ബംഗാളിലെ ഹിന്ദുക്കളെ ആക്രമിക്കുവാൻ അവർ പറഞ്ഞത് സംവരണത്തിന്റെ കാര്യമാണ്. ഭാരതത്തിലെ ഹിന്ദുക്കളെ ആക്രമിക്കുവാൻ അവർ പറഞ്ഞത് CAA കാര്യമാണ്. ആയിരുന്നില്ലേ? ഈ CAA, പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനും എതിരായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ അയൽപക്കത്തെ സാമാന്യ മുസ്ലിം അടക്കം, പോരാ സാമാന്യ മറ്റ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അടക്കം അത് സത്യമാണെന്ന് വിചാരിച്ചില്ലേ? മുസ്ലിങ്ങൾക്കെതിരാണ് ആ നിയമമൊന്നും പ്രചരിപ്പിച്ചില്ലേ? അതിലെന്തായിരുന്നു മുസ്ലിം വിരുദ്ധമായിട്ടുണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല. മുസ്ലിമിനെ ഒരംശത്തിനും ബാധിക്കുന്നതായിരുന്നില്ല ആ നിയമം. എന്നിരുന്നിട്ടും മുസ്ലിം വിരുദ്ധ നിയമമാണെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യം മുഴുവൻ കലാപമുണ്ടാക്കിയെങ്കിൽ ഏത് നുണയും മതത്തിന്റെ പേരിൽ പറയാം, ഏത് കൊള്ളരുതായ്മയും മതത്തിന്റെ പേരിൽ പറയാം എന്നുള്ളതാണ് ഈ ഭീകരവാദത്തിന്റെ, തീവ്രവാദത്തിന്റെ ബംഗാളിലടക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട്ടിലടക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവും എന്ന് ഡോക്ടർ അംബേദ്കർ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഞാൻ മുമ്പേ പറഞ്ഞ പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതിയതാണ് കേട്ടോ, നമ്മൾ ആരും എഴുതിയതല്ല. അദ്ദേഹം പറയുന്നത് ദാഹിറിന്റെ കാലത്ത്, അതായത് മുഹമ്മദ് ബിൻ കാസിം ആക്രമിച്ചു വന്നപ്പോൾ ദാഹിറിന്റെ അനന്തരവനെയും അദ്ദേഹത്തിന്റെ യോദ്ധാക്കളെയും മുഖ്യ ഉദ്യോഗസ്ഥന്മാരെയും പറഞ്ഞയച്ചു കഴിഞ്ഞു. അവിശ്വാസികളെ ഇസ്ലാമിലേക്ക് മതം മാറ്റുകയോ നശിപ്പിക്കുകയോ ചെയ്തു. വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾക്ക് പകരം പള്ളികളും മറ്റാരാധനാലയങ്ങളും നിർമ്മിച്ചു. ഇതേ കോമൺ ഇറ CE 711 മുതലുള്ള കാര്യമായി പറയുന്നത്. CE 711 മുഹമ്മദ് ബിൻ കാസിം ചെയ്ത കാര്യമാണ്. അവിശ്വാസികൾക്ക് യാതൊരു അവസരവും നൽകരുത്, അവരുടെ കഴുത്തറക്കണം എന്ന് ദൈവം പറയുന്നു. മഹാനായ അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഇതെന്നും മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ ഖഡ്ഗം, മറ്റൊരാൾ മുഹമ്മദ് ഘോറിയെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം തന്റെ ഖഡ്ഗം കൊണ്ട് ഹിന്ദ് ദേശത്ത് നിന്ന് അവിശ്വാസത്തിന്റെയും ഹീനതയുടെയും ദുഷ്ടെല്ലാം നീക്കം ചെയ്തു. ആ രാജ്യത്തെ മുഴുവൻ ബഹുദേവതാ വിശ്വാസമാകുന്ന മുള്ളിലും വിഗ്രഹാരാധനയാകുന്ന മാലിന്യത്തിനും നിന്ന് മുക്തമാക്കി. അദ്ദേഹത്തിന്റെ രാജകീയ വീര്യവും ധീരതയും നിമിത്തം ഒരൊറ്റ ക്ഷേത്രം പോലും അവശേഷിക്കാതെയായി. ഇതൊത്തിരിയുണ്ട്, ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രം. ഡോക്ടർ അംബേദ്കർ പറഞ്ഞതാണ്, RSSകാരൻ പറഞ്ഞതല്ല. അതുകൊണ്ട് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നാണെങ്കിൽ, ബംഗ്ലാദേശിൽ ഇന്ന് കാണുന്നത്, പാകിസ്ഥാനിൽ പണ്ട് കണ്ടത്, ഭാരതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ പറയുന്ന ക്രൂരമായ അല്ലെങ്കിൽ പരമത വിദ്വേഷം എന്നുള്ളതിൽ നിന്നാണ്. അതില്ലാണ്ടാക്കാൻ കഴിയണമെങ്കിൽ ഒരു കൂട്ടർ വിചാരിച്ചാൽ മാത്രമേ പരമത വിദ്വേഷം ഇല്ലാതാക്കാൻ പറ്റൂ. അത് ആ മതത്തിന്റെ പുരോഹിതന്മാർക്കും മത നേതൃത്വത്തിനും മാത്രമാണ്. ഞാനോ നിങ്ങളോ പറഞ്ഞാൽ മാറ്റം വരുത്താൻ കഴിയില്ല. ഏതാണ്ട് ഇതുപോലെ തന്നെയായി 15-ാം നൂറ്റാണ്ട് വരെ ബൈബിളിൽ, പഴയ നിയമത്തിൽ ഇതുപോലത്തെ വാക്യങ്ങൾ ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ കലാപം നടത്തിയിട്ടുണ്ട്, കൂട്ടക്കൊല നടത്തിയിട്ടുണ്ട്. പേര് റിലീജിയസ് ഇൻക്വിസിഷൻ ആയിരുന്നു പേര്. ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നിട്ടുണ്ട്. പക്ഷേ 15-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ക്രൈസ്തവ മതം പരിഷ്കരണത്തിന് വിധേയമാകാൻ തയ്യാറാവുകയും പുതിയ നിയമം ഉണ്ടാക്കുകയും ചെയ്തു. അത് മതത്തിന്റെ ആവശ്യമായിരുന്നതുകൊണ്ട്, മതം നിലനിൽക്കാൻ അത് ആവശ്യമായിരുന്നതുകൊണ്ട്, അതുകൊണ്ട് മതത്തിനുള്ളിൽ പരിഷ്കരണം വരണമെങ്കിൽ, ഈ അവിശ്വാസികളോടുള്ള വെറുപ്പില്ലാതെയാകണമെങ്കിൽ മത നേതൃത്വം വിചാരിക്കണം. അവർ വിചാരിക്കുകയോ വിചാരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അതുകൊണ്ട് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ നമുക്കും കഴിയില്ല. പക്ഷെ പാഠം പഠിക്കാൻ നമുക്കുണ്ട്. ആ പാഠമാണ് പ്രധാനം. ഇതിൽ നിന്ന് പാഠം പഠിക്കാനുള്ളത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും, കോൺഗ്രസ് പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഹിന്ദുക്കളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ആ പമ്പര വിഡ്ഢിത്തം ഇനി വലിച്ചെറിയണം. മതേതര ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട്, മതേതര ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ ധാരാളം ഹിന്ദുക്കളും മറ്റാൾക്കാരും ഉണ്ടല്ലോ. അവർ കോൺഗ്രസിന്റെ അണികളായിരിക്കാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികളായിരിക്കാം. അവർ നിങ്ങളെ പരിപാലിക്കും, നിങ്ങൾക്ക് കാവൽ നിൽക്കും, നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങളുടെ ആരാധനയും സ്വാതന്ത്ര്യവും സംരക്ഷിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന പമ്പര വിഡ്ഢിത്തത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണം എന്ന് നിങ്ങൾ നാട്ടിലെ സർവ്വസാധാരണക്കാരായ മറ്റിതര ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കണം. അവരെ ശത്രുക്കളാക്കാനല്ല, നിങ്ങളെ സംരക്ഷിക്കാൻ അവരുണ്ടാവില്ല. കാരണം ചരിത്രമതാണ്. അവരെ സംരക്ഷിച്ച ചരിത്രം. ഹിന്ദുക്കൾക്ക് അപകടം വന്നപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ആക്രമണം ഉണ്ടായപ്പോൾ സംരക്ഷിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നോ? ഭാരതം വിഭജിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രമേയം പാസാക്കി. ഭാരതത്തെ വിഭജിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. കോൺഗ്രസ് 20 രാജ്യമായിട്ട് വിഭജിക്കണമെന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. നിങ്ങൾ കണക്കാക്കണ്ട കോൺഗ്രസ് അഖണ്ഡതയ്ക്ക് വേണ്ടിയാ പണിതെന്നൊന്നും. അംബേദ്കർ ചോദിക്കുന്നുണ്ട്, ഭാരതത്തെ 20 രാജ്യമായി വിഭജിക്കണമെന്ന് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് പാർട്ടിക്ക് പാകിസ്ഥാൻ വേണമെന്ന് പറയുന്നതിനെ എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയും? ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാരതത്തിന്റെ ഐക്യം, ഈ നാടിന്റെ സംരക്ഷണം കോൺഗ്രസ് നടത്തും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയുടെയോ മറ്റിതര മതന്യൂനപക്ഷങ്ങളുടെയോ സംരക്ഷണം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സംരക്ഷിക്കും എന്ന പമ്പര വിഡ്ഢിത്തം വലിച്ചെറിയുകയും ആ ബോധത്തെ, ചരിത്രബോധത്തെ ജനങ്ങളുടെ ഉള്ളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ചർച്ച കൊണ്ട് സാധിക്കേണ്ട ഒരു കാര്യം. അല്ലാതെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളൊരു ഭീതി, ഒരു ചുക്കുമില്ല. എന്ത് ഭീതിയാണ് ഉണ്ടാകാൻ പോകുന്നത്?
നമ്മൾ എങ്ങോട്ടോ ഓടിപ്പോക്കളയും. നമുക്കിനി അടുത്ത 47 ആകുമ്പോഴേക്കും ഭാരതം തീരും. ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല, ഒരു കോപ്പം സംഭവിക്കാൻ പോണില്ല. കാരണം 711 ആരംഭിച്ചതായി ഏർപ്പാട്. 711 മുതൽ 2024 വരെ ആക്രമിച്ചിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി 141 കോടി ഭാരതീയർ അവശേഷിക്കുന്നുവെങ്കിൽ നമ്മൾ എവിടെ തീരുമെന്നാണ് പറയുന്നത്? ആര് തീർക്കുമെന്നാണ് പറയുന്നത്? തീർക്കാൻ വന്നവരൊക്കെ തീർന്നുപോയ ചരിത്രമേ ഉള്ളൂ. രാജ്യത്തിന്റെ അതിർത്തികൾ മാറുകയും മറയുകയും ഒക്കെ ചെയ്യും. അത് പണ്ടുകൊണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാവും, ഇനിയും അങ്ങോട്ടുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അത് കണ്ടിട്ട് പേടിക്കുകയും പലായനം ചെയ്യുകയോ ഭയപ്പെടുകയോ അല്ല വേണ്ടത്. അതിനപ്പുറത്തേക്ക് വസ്തുതയെ തിരിച്ചറിയുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കണം ഇവിടെ കൂടിയിരിക്കുന്നവരുടെ ഏറ്റവും വലിയ ദൗത്യം. അല്ലാണ്ട് കേവലമായ പരിപാടി നടത്തിയെന്ന് പറഞ്ഞ് പിരിയലല്ല. രണ്ടാമത്തെ ദൗത്യം ഈ നാട്ടിലെ, ഭാരതത്തിലെ, വിശേഷ കേരളത്തിലെ ഹിന്ദു സമുദായ നേതാക്കന്മാർക്കുള്ളതാണ് ഉത്തരവാദിത്വം. ഇവിടെ അവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പല സമുദായങ്ങളുണ്ടല്ലോ. പട്ടികജാതി അല്ലെങ്കിൽ KPMS ഉണ്ട്, വിശ്വകർമ്മ സഭയുണ്ട്, NSS ഉണ്ട്, SNDP ഉണ്ട്, യോഗക്ഷേമ സഭയുണ്ട്. അങ്ങനത്തെ സമുദായ സംഘടനകൾ ഉണ്ട്. ആ സമുദായ സംഘടനാ നേതാക്കന്മാർ സ്വന്തം സമുദായത്തിലെ ജനങ്ങളെ, അണികളെ, സമുദായ അംഗങ്ങളെ ഈ കാര്യം പറഞ്ഞ് ബോധവൽക്കരിക്കണം. അവരുടെ ദൗത്യമാണ്. അത് മറ്റുള്ളവരുടെ ദൗത്യമല്ല, അത് RSSന്റെ ദൗത്യമല്ല, അത് BJPയുടെ ജോലിയല്ല, അത് മറ്റാരുടെയും ജോലിയല്ല, ഒരു പാർട്ടിയുടെയും ജോലിയല്ല. സമുദായ നേതാക്കന്മാർ സ്വയം അവരുടെ സമുദായങ്ങളുടെ അംഗങ്ങളെ ബോധവൽക്കരിക്കണം. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ നാം നിലനിൽക്കാൻ അവകാശമില്ലാത്തവരായി മാറും. ലോകത്ത് നിലനിൽക്കാൻ ഒരു ജനതയ്ക്കുള്ള യോഗ്യത ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കുക എന്നുള്ളതാണ്. പാഠം പഠിക്കാത്തവർക്ക് നിലനിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ല. അങ്ങനെയാണ് ലോക ചരിത്രം. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന, ഏറ്റവും മഹാന്മാരായിരുന്ന രാജ്യമായിരുന്നില്ലേ ഗ്രീസ്? ആ ഗ്രീസ് ഇന്ന് എവിടെ പോയി? ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ച ഒരു വലിയ സാമ്രാജ്യ ശക്തിയായിരുന്നില്ലേ റോമ സാമ്രാജ്യം? ആ റോമ സാമ്രാജ്യം ഇന്ന് എവിടെ പോയി? ഒരിടത്തുമില്ല. ലോകത്തിന്റെ ഒരു മൂലയിലും അവർ അവശേഷിക്കുന്നില്ല. എങ്കിൽ അവർ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചില്ല എന്ന പാഠം നമ്മൾ പഠിച്ചത് കൊണ്ടാണ് 1000 ആണ്ടിന്റെ ആക്രമണം ഉണ്ടായിട്ടും ഭാരതം ഇന്നും നിലനിൽക്കുന്നത്. ആ പാഠം മറന്നുപോയ സാമാന്യ ഹിന്ദുവിനെ, സാമാന്യ ഈഴവനെ, സാമാന്യ നായരെ, നമ്പൂതിരിയെ, പുലയനെ, ആ വനവാസിയെ പറഞ്ഞു പഠിപ്പിക്കണം. ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളത് നാം പഠിപ്പിക്കേണ്ടതുണ്ട്. മതേതരത്വം എന്ന് കോൺഗ്രസ് പറഞ്ഞ മതേതരത്വത്തിന് ഹിന്ദു സമൂഹം നൽകിയ വിലയാണ് ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും. അതുകൊണ്ട് ഈ നാട്ടിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മറ്റെല്ലാവർക്കും നിലനിൽക്കാൻ കഴിയണമെങ്കിൽ, അവർക്ക് സാമാന്യ സംസ്കാരത്തോടുകൂടി, അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കാൻ കഴിയണമെങ്കിൽ മറ്റാരും രക്ഷിക്കാനില്ല എന്ന ബോധം, അത് നിരാശയിലേക്കല്ല, സ്വയം രക്ഷിക്കണം എന്ന ബോധം. കാശിയില് യാത്ര നടത്തുമ്പോൾ സ്വാമി വിവേകാനന്ദൻ കാശിയിലെ തെരുവീഥികളിലൂടെ നടക്കുമ്പോൾ ഒരു പറ്റം കുരങ്ങന്മാര് പിന്നാലെ വന്നു. ആ പിന്നാലെ വന്നപ്പം വിവേകാനന്ദൻ നടപ്പിന് ഇത്തിരി വേഗത കൂട്ടി. നടപ്പിന് വേഗത കൂട്ടിയ കുരങ്ങന്മാർ എന്നാ ചെയ്യുമെന്ന് അറിയാമല്ലോ. അവരും വേഗത കൂട്ടി. മെല്ലെ ഓടുവോ അല്ല നടപ്പും അല്ലാത്ത മട്ടിൽ വേഗത കൂട്ടി. കുരങ്ങന്മാരും അങ്ങനെ ചാടിച്ചാടി വന്നു. അവസാനം ഓടാൻ തന്നെ തയ്യാറായി. വിവേകാനന്ദൻ ഓടി. ഒരു പറ്റം കുരങ്ങന്മാര് വീറോടും വാശിയോടും കൂടി പാഞ്ഞു വന്നു. ഇത് കണ്ടുകൊണ്ട് അവിടുത്തെ സ്ഥലവാസിയായ ഒരു സന്യാസി വിളിച്ചു പറഞ്ഞു, ഓടരുത്, നിൽക്കവിടെ, തിരിഞ്ഞു നിൽക്കുക. വിവേകാനന്ദൻ അത് കേട്ടത് എവിടുന്നാണെന്ന് നോക്കില്ല. ഉടൻ തിരിഞ്ഞു നിന്നു. ഓടി വന്ന ഈ കുരങ്ങൻ കൂട്ടങ്ങൾ മുഴുവൻ അടുത്ത നിമിഷം തിരിഞ്ഞോടി. ഇത് പാഠം ഈ നാട്ടിലെ ഹിന്ദുവിന്റെ പാഠമാണ്. അത് ഈ നാട്ടിലെ സാമാന്യ ജനങ്ങളുടെ പാഠമാണ്. ആക്രമണകാരികളുടെ പേര് പറഞ്ഞ് പലായനം ചെയ്യുകയല്ല, ഭയപ്പെടുകയല്ല, പ്രതിരോധിക്കുവാൻ, എതിർത്ത് നിൽക്കുവാൻ, സ്വയം സംരക്ഷിക്കുവാനുള്ള ആത്മബലവും ആത്മവിശ്വാസവും സംഘടിത ശക്തിയും ആർജിക്കലാണ് ബംഗ്ലാദേശിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള പാഠം. പാകിസ്ഥാനിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള പാഠം. കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കപടമായ ചതിയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള പാഠം. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ഹിന്ദു നാമധാരികളായ, ക്രൈസ്തവ നാമധാരികളായ, സിഖ് നാമധാരികളായ സർവരെയും പഠിപ്പിക്കാൻ ഈ നാട്ടിൽ അവരിൽ ആരൊക്കെ ഉണ്ടോ അവരെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വേണം ഈ ബംഗ്ലാദേശ് ഐക്യദാർഢ്യ സമ്മേളനത്തിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോകാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.